ആകും. സർവാധിപതിയും സർവശക്തനുമായ ദൈവം തമ്പുരാനെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനു കൂടി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രിയുടെ യാമങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ നിദ്രയിൽ കാവലായിട്ട് കൂട്ടായിട്ട് നീ കൂടെ ഇരിക്കണമേ. ഓരോ ദിവസവും നിന്റെ ദാനമാകുന്നു. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നുള്ള ഭക്തിയിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ആയിരിക്കാൻ അടിയങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ സമാജത്തിന്റെ സെൻട്രൽ എക്സാം ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിന്റെ മക്കളെ സമർപ്പിക്കുന്നു. ദൈവികമായ പരിജ്ഞാനത്തിലും ഈ ലോകത്തിന്റെ ജ്ഞാനത്തിലും നിന്റെ മക്കളെ നീ വഴി നടത്തണമേ. ഇന്ന് ക്ലാസ്സുകൾ നയിക്കുന്ന പ്രിയപ്പെട്ട ബ്രിൻസച്ചനെ ദൈവസന്നദ്ധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ദൈവസന്നദ്ധി സമർപ്പിക്കുന്നു. ഇത് ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ MMVSന്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഭംഗിയായി ചിട്ടയായി നടക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വൈദിക സഹോദരങ്ങളെ ഇടവുകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മുമ്പോട്ട് ദൈവമേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും ഒക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാനെ അടിയങ്ങളെ ഇടയാക്കുമാറാകണമേ. ദൂരെയും ചരയുമായിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവമേ, ഇതിനുവേണ്ടി അല്പമായോ അധികമായോ കഷ്ടപ്പെടുകയും സഹായിക്കുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിലാപത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ സമയത്തൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നത് പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളൊന്ന് പ്രവേശിക്കരുതേ, പിന്നെയോട്ട് ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് സ്ത്രീയിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ പുലർത്തെ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടതാകുന്നു. ശുദ്ധമുള്ളവനെ ഓർത്തുറമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴുള്ള മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സെൻട്രൽ മർത്തമറിയ സമാജം നമ്മൾ ക്രമീകരിക്കുന്ന ആനുവൽ എക്സാം, സെൻട്രൽ എക്സാമിന്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളും വളരെ ഭംഗിയായിട്ടും ചിട്ടയായിട്ടും നമുക്ക് നടത്തുവാൻ തക്കോണം സാധിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 3ാമത്തെ ക്ലാസ്സും ബഹുമാനപ്പെട്ട ബ്രിൻസച്ചന്റെ നേതൃത്വത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. അച്ഛൻ വളരെ ഏറെ ഇതിനു വേണ്ടി അധ്വാനിക്കുകയും ഇതിന്റെ ഒരു പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ടാണ് നമുക്ക് വേണ്ടി ഇത് നൽകുന്നത്. പ്രത്യേകിച്ച് അച്ഛനെ ദൈവസന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അച്ഛനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ക്ലാസ് കോർഡിനേറ്റ് ചെയ്യുന്നത് മെൽബൺ റീജിയൻ ആണ്. ബഹുമാനപ്പെട്ട ലിനുവച്ചന് വൈകിട്ട് കുർബാനയുള്ളതുകൊണ്ടാണ് അച്ഛന് ഇന്ന് അവൈലബിൾ അല്ലാത്തത്. മെൽബൺ റീജിയനിന്റെ ഭാഗവാഹികളെ പ്രത്യേകമായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ക്ലാസ്സുകൾ ആരംഭിക്കും. ക്ലാസ്സുകൾക്ക് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസറുകൾ ക്വസ്റ്റ്യൻ ചോദിക്കുവാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാകും. ബഹുമാനപ്പെട്ട അച്ഛൻ അത് അറ്റൻഡ് ചെയ്യും. അവസാനം അച്ഛൻ ക്ലോസിംഗ് പ്രയറോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യും. അവസാനം വോട്ടർ താങ്ക്സ് ടിസി മെൽബൺ റീജിയന്റെ സെക്രട്ടറി നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഞാൻ ഇറങ്ങിയാണ്. ഞാൻ പള്ളിയിലെ മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. ആൾക്കാരെല്ലാം ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ അച്ഛൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അനീഷച്ചൻ, പ്രത്യേകിച്ച്
ഏഷ്യ പസഫിക് ഡയോസിസിലെ മനസ്സിലാക്കുന്ന ഓസ്ട്രേലിയ റീജിയനിലെ മർത്തോറിയ വനിതാ സമാജത്തിന്റെ അംഗങ്ങളെ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആൻഡ് ദൈവനാമത്തിൽ സ്നേഹവന്ദനവും അറിയിക്കുന്നു. നമ്മൾ 2 ക്ലാസ് പൂർത്തിയായി. അങ്ങനെയുണ്ട്, മുമ്പോട്ട് പോകുന്നുണ്ടോ കാര്യങ്ങളൊക്കെ? അതോ നമ്മൾ എക്സാം ആവുന്നതിന് തലേദിവസത്തെ നമ്മൾ വെച്ചേക്കാണോ? നമുക്കൊരു നോർമൽ പാറ്റേൺ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ട അവസാനം നമ്മൾ ഒറ്റ സ്റ്റേറ്റ്മെന്റ് നടത്തും, പഠിക്കാൻ നമുക്ക് സമയമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇതെല്ലാം കൊണ്ട് ഒരു കാട്ടിക്കൂട്ടലാണ് പലപ്പോഴും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു ടൈം ബൗണ്ട് ആയിട്ട്, എല്ലാത്തിനും ശേഷം കുറച്ച് സമയമുണ്ട്. ആ സമയം വെച്ച് നമുക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ കിട്ടുന്ന സമയത്ത് കുറെ കൂടെ നമുക്കിത് പഠിക്കാനും എക്വിപ്ഡ് ആവാനും ഒക്കെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് തരുന്നതിനെയും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ താമസിച്ചു പോയി, പറഞ്ഞ തിരക്കിനകത്ത് അങ്ങ് വിട്ടുപോയതാണ് വാസ്തവത്തിൽ. അപ്പം എങ്കിലും അത് നിങ്ങളത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ക്വസ്റ്റ്യനോടൊക്കെ നോക്കാമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓരോ പാഠത്തെയും സമീപിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് മനസ്സിലാവും. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ക്വസ്റ്റ്യൻ അല്ലാതെ ആ ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷയ്ക്ക് വരും എന്നുള്ളത് കൊണ്ടല്ല. ഇറ്റ് എൻകറേജസ് ആക്ച്വലി അസ് ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ലെസൺ. ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ, ഒരു ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറെ കൂടെ പഠിക്കുന്നത് when we ask questions to the text ആണ്. അപ്പൊ ആ ഒരു ഓറിയന്റേഷൻ ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. Today we are moving to lesson 6, right? 6ാമത്തെ ലെസൺ ആണെന്ന് തോന്നുന്നു, അല്ലേ? Psalms 1 or 2 അല്ലേ? Yes, Sachin. 102ാമത്തെ സങ്കീർത്തനമാണ്. ഞാൻ ലെസൺ 6 എന്ന് പറയുമ്പോൾ നിങ്ങൾ അല്പം കൺഫ്യൂസ്ഡ് ആയി പോയെന്ന് തോന്നി എനിക്ക്. നമ്മുടെ പുസ്തകത്തിലെ 6ാമത്തെ ലെസൺ ആണ്, 102ാമത്തെ. മ്യൂട്ട് ചെയ്യാമോ സ്നേഹ? നമ്മൾ അങ്ങനെ പോവുകയാണ്. ഞാൻ സ്ലൈഡ് കാണിക്കാം, ഒരു നിമിഷം തരിക, ഞാൻ ഷെയർ ചെയ്തോളാം. ഷെയർ ചെയ്തിട്ട് നമ്മൾ അത് വെച്ച് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. ഒരു നിമിഷം, അത് അടുത്ത ലെസൺ ആയിരുന്നു തോന്നുന്നു. കാണാവോ? Not yet. Yeah, it's here. Yeah. ഇപ്പൊ കാണാം. സോറി, സാം അടുത്ത സാം ആയി പോയി. ഒരു മിനിറ്റ് തരണം, ഞാൻ പല ഫോൾഡറായിട്ട് ഇട്ടേക്കുന്നുണ്ട്, പെട്ടെന്നൊരു കൃഷ്ണരും. It's okay. So it's Psalm 102, 102ാമത്തെ സങ്കീർത്തനമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് 51ാമത്തെ സങ്കീർത്തനമായിരുന്നു. അത് നമുക്കറിയാവുന്നതുപോലെ ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് Psalm among the whole class of penitential Psalms. And Psalm 102, 102ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ
ഒരു വലിയ വ്യക്തിപരമായ ഒരു സങ്കടത്തിൽ ആരംഭിച്ചിട്ട് അത് അവസാനിക്കുമ്പോഴത്തേനും ഒരു വലിയ പ്രത്യാശയിൽ, അത് ചുമ്മാ ഒരു പ്രത്യാശയല്ല, അതുകൊണ്ടാണ് ആദ്യം ഇട്ടിരിക്കുന്നത് ഇറ്റ് ബിഗിൻസ് ഇൻ എ പേഴ്സണൽ സോറോ, വളരെ വ്യക്തിപരമായ ഒരു സങ്കടത്തിൽ ആരംഭിച്ചിട്ട് ആൻഡ് ആസ് ദ സാം പ്രോഗ്രസസ് ഇറ്റ് റൈസസ് ടുവേർഡ്സ് an ecclesial എന്ന് പറയുന്നത് നമുക്കറിയാം കുറെ കൂടെ ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആണ്. പക്ഷെ അതിനും അപ്പുറത്ത് an eschatological hope. എസ്കറ്റോളജി എന്ന് വെച്ചാൽ എന്നാണ്? അതായത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാത്രമല്ല ഒരു പ്രത്യാശയല്ല, അതിനും അപ്പുറത്തേക്കുള്ള, നല്ല വാക്കിന് എസ്കറ്റോളജി എന്ന വാക്കിന്റെ അർത്ഥം യുഗാന്ത്യം എന്നൊക്കെ നമ്മൾ പറയാനുണ്ടെങ്കിലും പ്രത്യേകിച്ച് യേശുക്രിസ്തു കർത്താവ് വരും എന്നൊക്കെ നമ്മൾ പറയുന്നത് എസ്കറ്റോളജിക്കൽ ഹോപ്പ് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വലിയ പ്രത്യാശയിലേക്ക് ആണ് വാസ്തവത്തില് ഈ സാം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ സാമിന്റെ ഒരു ടൈറ്റിൽ തന്നെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് ഇംഗ്ലീഷിൽ പറഞ്ഞ പ്രയർ ഓഫ് വൺ അഫ്ലിക്റ്റഡ് വെൻ ഹീസ് ഫെയിന്റ് ആൻഡ് പോസ് ഔട്ട് ഹിസ് കംപ്ലയിന്റ് ബിഫോർ ദി ലോർഡ്. മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും കഷ്ടകാലത്ത് പീഡിതനായവൻ തന്റെ നിലവിളി യഹോവയുടെ സന്നിധിയിൽ ഒഴുക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്തൊക്കെയായിരുന്നു? ഇറ്റ്സ് ഓൾ അബൌട്ട് ടു എക്സ്ട്രീംസ്, സോറോ ആൻഡ് ഹോപ്പ്, അല്ലെ? സോറോയും ഹോപ്പും രണ്ട് എക്സ്ട്രീം ആണ് എന്ന് പറഞ്ഞതുപോലെ ഈ ടൈറ്റിലിനകത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇറ്റ്സ് എ പ്രയർ ഓഫ് സമൺ ഹു ഇസ് അഫ്ലിക്റ്റഡ്. കഷ്ടത അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് അവസാനിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഐ ഹാവ് എ കംഫർട്ട് വെയർ ബിഫോർ മൈ ലോർഡ്, അല്ലെ? ദൈവത്തിന്റെ സന്നിധിയിൽ. അപ്പൊ ഈ രണ്ട് എക്സ്ട്രീമുകളാണ് വാസ്തവത്തിൽ നമ്മൾ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഇത് നമുക്കറിയാവുന്ന ഇറ്റ്സ് എ പെനിറ്റൻഷ്യൽ പ്രയർ റൈസിംഗ് ഡയറക്ട്ലി ഫ്രം ഇന്ത്യൻ സഫറിംഗ് ആൻഡ് ആംഗ്വിഷ്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് എന്റെ മനസ്സിലിരിക്കുന്നത് ഇനിയുള്ള 3 സങ്കീർത്തനം തീർക്കണമെന്നാണ്. ഞാൻ അവിടെ അല്പം സ്പീഡിൽ പോകും. നമുക്ക് ഇനി ഒരു ക്ലാസ് കൂടെ ആണുള്ളത്. ആ ക്ലാസ് നമുക്ക് ഇനിയുള്ള പാഠങ്ങളും ഒന്ന് സമറൈസ് ചെയ്യാനൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് ഈ 3 പാഠവും നമുക്ക് തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. സോ അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പലപ്പോഴും പറയും. സാം 102 is very often believed to be written during the Babylonian exile. എന്താണ് ഈ ബാബിലോണിയൻ എക്സൈൽ എന്ന് പറഞ്ഞാൽ? What is that? Babylonian exile. That means the whole class, the whole clan of Israel, the whole tribe of Israel, they were living in Jerusalem, of course in Palestine. അവിടെ നിന്ന് ഇസ്രായേലിന്റെ ചരിത്രമാണ് പറയുന്നത്. അവിടെ നിന്ന് at a particular period of time the Babylonians, they came over to Palestine, Jerusalem. They destroyed the temple. They set fire for the whole city, and they took the people from their homeland to Babylon. അതായത് ഓർക്കേണ്ട കാര്യം ഇതാണ്, ജെറുസലേം ഇസ് ഡിസ്ട്രോയിഡ്. ജെറുസലേം എന്താണ് വാസ്തവത്തിൽ? അവരെ സംബന്ധിച്ച് അവരുടെ ഐഡന്റിറ്റി ആയിരുന്നു ജെറുസലേം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദർ ഐഡന്റിറ്റി. നൗ ഇറ്റ്സ് ഡിസ്ട്രോയിഡ്. വാട്ട് ഈസ് സയൻ? സിയോൻ എന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ? സിയോൻ എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രോമിസിന്റെ ഭാഗമാണ്, പ്രോമിസ്ഡ് ലാൻഡ് ആണ്. ആൻഡ് നൗ സയൻ ഈസ് ഡെസലേറ്റ്. സോ ഭയങ്കര സിംബോളിക് ആണ്, വളരെ സിംബോളിക് ആണ്. കമ്മ്യൂണിറ്റി ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പോലും അവരുടെ ഏറ്റവും വലിയൊരു പ്രയാസത്തിൽ അവർ കഴിയുന്ന സമയത്ത് എഴുതിയ ഒരു പാട്ടായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട്. ആൻഡ് അത്താനാസിയോസ് എന്ന് പറയുന്ന വലിയ പിതാവ്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ്? ഇത് ഒരാളാണ് ഇത് എഴുതിയെങ്കിലും വാസ്തവത്തിൽ അയാളിലൂടെ ആരാണ് സംസാരിക്കുക? സഭ മുഴുവനും സംസാരിക്കുകയാണ്, അല്ലെ? Even though this is written by a single person, the whole church, അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ the whole Israel speaks. ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. And this is considered as a messianic psalm. ഒരു മശീഹൈക സങ്കീർത്തനം എന്ന് പലപ്പോഴും വിശ്വസിക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ ഇതിന് ശേഷം വീണ്ടും അത് കാണും. ഞാനൊന്ന് റെഫർ ചെയ്ത് മാത്രമേ ഉള്ളൂ. ആദ്യം എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ ഈ സാം അതുപോലെ, അല്ലെങ്കിൽ അതിന്റെ ചില വേഴ്സസ് അതുപോലെ കോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചില മുൻ സൂചനകൾ ഈ സങ്കീർത്തനകത്ത് കിട്ടുമെന്ന് പിതാക്കന്മാര് പറയാറുണ്ട്. സോ ഇറ്റ് ഹാസ് ഇറ്റ്സ് മെസ്സയാനിക് ഡൈമെൻഷൻ വെരി മച്ച് എവിഡന്റ് ഇൻ ദിസ് സാം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. സോ അത്രയാണ് നമ്മൾക്കൊരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് പറഞ്ഞത്. അത് ഒരാളെ സംബന്ധിച്ച് അയാളുടെ വലിയ സോറോയിൽ നിന്ന് അയാളുടെ പ്രത്യാശയിലേക്കുള്ള ഒരു യാത്രയെ കുറിച്ച് പറയുന്നു. ആ പ്രത്യാശ എന്ന് പറയുന്നത് കേവലം വ്യക്തിപരം മാത്രമല്ല, അത് എക്ലേസിയലാണ്. ഈവൻ മോർ ദാൻ ദാറ്റ്
ഇറ്റ് ഇസ് എസ്കറ്റോളജിക്കൽ. അതിനും അപ്പുറത്തുള്ള ഒരു വലിയ പ്രത്യാശയാണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ടൈറ്റിൽ പറഞ്ഞതൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ ചോദിച്ചേക്കാം, ഈ ടൈറ്റിൽ ഏത് സങ്കീർത്തനത്തിന്റെയാണ്, അല്ലെങ്കിൽ ഈ സങ്കീർത്തനത്തിന്റെ ടൈറ്റിൽ ഏതാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ നമുക്കത് എഴുതാനായിട്ട് സാധിക്കണം. എന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞു. വെരി ഓഫൺ ദിസ് ഇസ് ബിലീവ്ഡ് ടു ബി റിട്ടൺ ഡ്യൂറിംഗ് ദ എക്സൈൽ, ബാബിലോണിയൻ എക്സൈൽ. എക്സൈലിന്റെ വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, എന്ത്? സ്വന്തം ദേശവും സ്വന്തം ഇടവും എല്ലാം നശിക്കപ്പെട്ട് നിരാശയിൽ കഴിയുന്ന ഒരു സമൂഹം, അതിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത് എഴുതപ്പെട്ടത്. അതുകൊണ്ടാണ് അത്തനാസിയസ് പറയുന്നത് എന്താണ്, ഒരാൾ എഴുതിയതാണെങ്കിലും ഇതിലൂടെ സഭ മുഴുവനും സംസാരിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്, ഇതിന് മഷിഹായിക സൂചനകളുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം, പുതിയ നിയമത്തിലെ എബ്രായ ലേഖനത്തിൽ വ്യക്തമായി അതിമനോഹരമായി ഈ സങ്കീർത്തനത്തെ കോട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അതിന്റെ ഒരു സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. നമ്മുടെ ബുക്കിനകത്ത് ഇതിന്റെ ഒരു എക്സജസിസ് ഓരോ വേഴ്സ് എടുത്ത് പറയുന്നില്ല. ദിസ് ഇസ് എ ലെങ്തി സാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുക്കുന്നത്. നമ്മൾ അതിന്റെ ഒരു ലിറ്റററി സ്ട്രക്ചറും നോക്കും, അതിന്റെ മേജർ തീംസുമാണ് വാസ്തവത്തിൽ നോക്കുന്നത്. നമുക്കത് എളുപ്പമാണ് കുറച്ചുകൂടെ അത് പഠിക്കാനായിട്ട്. സോ എനിവേസ്, ലിറ്റററി സ്ട്രക്ചർ നോക്കിയേ. ഇതിനകത്ത് എത്ര എന്താ പറയുന്നത്, വേഴ്സസ് ഉണ്ട്. വി ഹാവ് 28 വേഴ്സസ്. അതിനകത്ത് ആദ്യത്തെ 11 വേഴ്സസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, പേഴ്സണൽ സോറോ ആൻഡ് ഡിസിന്റഗ്രേഷൻ, വ്യക്തിപരമായ ഒരു ദുഃഖവും തകർച്ചയും ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ആദ്യത്തെ 11 വാക്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ സൈഡിൽ പാരലായിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. യഹോവയുടെ പ്രാർത്ഥന കേൾക്കണം, കഷ്ട ദിവസമാണ്, നിന്റെ മുഖം മറയ്ക്കരുത്, നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു. ഒരാൾ ഔട്ട് ഓഫ് ഹിസ് ആഗണി, ഔട്ട് ഓഫ് ഇമ്മൻസ് പെയിൻ, അദ്ദേഹം ഇങ്ങനെ പാടുന്ന അനുഭവങ്ങളാണ് ആദ്യത്തെ 11 വേഴ്സസ് എന്ന് പറയുന്നത്. ആൻഡ് സെക്ഷൻ 2, രണ്ടാമത്തെ എന്താണ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ഇറ്റേണിറ്റി ഓഫ് ഗോഡ് ആൻഡ് ദ ഹോപ്പ് ഓഫ് സയൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ പേഴ്സണൽ സോറോയിൽ നിന്ന് സ്ലോ അസെറ്റ്, ഇങ്ങനെ പതുക്കെ വേപ്പോട്ട് കയറുകയാണ്, സങ്കടത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക്. സോ ദ ഇറ്റേണിറ്റി ഓഫ് ഗോഡ് ആൻഡ് ദ ഹോപ്പ് ഓഫ് സയൻ എന്നുള്ളതാണ് ഏകാന്തത. എന്താണ്, ദൈവത്തിന്റെ ഒരു ശാശ്വത എറ്റേണിറ്റി എന്ന് പറയുന്നത് ശാശ്വത അല്ല, നിത്യതയും സിയോന്റെ പ്രത്യാശയും. അങ്ങനത്തെ വാചകങ്ങളാണ്. നീ യഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറയായി നിലനിൽക്കുന്നു, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും എന്നും മറ്റും പറയുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് സെക്ഷൻ 3 എന്താണ്, ദ അസെന്റ് ഫ്രം ദ കോൺഷ്യസ്നെസ് ഓഫ് ഡെത്ത്, അല്ലെ, കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ കഴിയുന്ന ഇടത്ത് നിന്ന് ഇറ്റേണൽ ഹോപ്പ്, ഞാൻ പറഞ്ഞല്ലോ അതിനെയാണ് എസ്കറ്റോളജിക്കൽ ഹോപ്പ് എന്നൊരു വാക്കുകൊണ്ട് പറയുന്നത്, നിത്യമായ ഒരു പ്രത്യാശയിലേക്ക്. പ്രത്യേകിച്ച് അവസാനത്തെ വാചകങ്ങളൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ അത് വായിച്ചു നോക്കണം. ഇങ്ങനെ 3ആയിട്ടാണ് ഈ സാമിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ തീംസിനെ നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധ വെച്ച് നോക്കാം. മേജർ തീംസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്പർ 1, ഒരു തകർന്ന ഹൃദയത്തിന്റെ നിലവിളിയാണ്, അല്ലെങ്കിൽ തകർന്ന ഒരു മനുഷ്യന്റെ നിലവിളി. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുമ്പോൾ മലയാളം എന്നാ പറയുന്നത്, അതിന്റെ സന്ദേശങ്ങളിൽ ഒന്ന്, ക്രൈ ഓഫ് ദ ബ്രോക്കൺ സോൾ. അല്ലെ, എന്റെ ദിവസങ്ങൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു, എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു. അല്ലെ, പുകയുടെ പ്രത്യേകത എന്താണ്? പുകയുടെ പ്രത്യേകത കാണാൻ രസമായിരിക്കും അല്ലേ, പുകയൊക്കെ വരുന്നത് പെട്ടെന്ന് തീരും, പെട്ടെന്ന് മൂവ് ചെയ്ത് പോവും. അത് തന്നെ, നമ്മൾ നോക്കി നിൽക്കുന്നതിനിടയ്ക്ക് മൂവ് ചെയ്ത് അത് പോവാണ്. അപ്പൊ ഈ മനുഷ്യൻ അതിനെ കമ്പയർ ചെയ്ത് അതിനോട് മൈ ഡേയ്സ് ആർ ലൈക്ക് സ്മോക്ക്, അത് പുക പോലെയുള്ളൂ, അത്രേ ആയുസേ ഉള്ളൂ എന്റെ ഹൃദയം. അല്ലെ, അരിഞ്ഞ പുല്ല് പോലെ. ശരിക്കും ഇത് എടുത്ത് പഠിക്കാൻ വളരെ രസമാണ്. നമുക്കറിയാം, ഈ പുല്ല് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ പ്രത്യേകത തന്നെ, പുല്ല് നിൽക്കുന്ന സമയത്ത് വളരെ ഗ്രീൻ ആയിട്ട് നിൽക്കും, അരിഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറ്റും, ഉണങ്ങിപ്പോ. ഒരു നല്ല വെയിലടിച്ചാല് ഉടനെ അത് ഉണങ്ങിപ്പോകുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് തകർന്ന മനുഷ്യന്റെ നിലവിളിയാണ് ഇതിനകത്ത് ഒരു മേജർ തീം, ക്രൈ ഓഫ് ദ ബ്രോക്കൺ സോൾ. രണ്ടാമത്തെ ഒരു ആശയം എന്ന് പറയുന്നത് ലോൺലിനെസ് ആണ്, ഏകാന്തതയാണ്. നമ്മൾ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പരീക്ഷ എഴുതാൻ മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ശരിക്കും നമ്മൾ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരായിരിക്കും. ക്രൈ ഓഫ് ദ ബ്രോക്കൺ സോൾ, അല്ലെ, ലോൺലിനെസ്. ലോകത്തിലെ ഏറ്റവും അധികം മനുഷ്യർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വന്ന് എന്താണെന്നറിയാമോ? നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരുടെ വഴക്കുണ്ടാക്കത്തില്ല, എനിക്ക് ആരുമില്ല, അല്ലെ, ഞാൻ ഒറ്റയ്ക്കായി പോയി, നിങ്ങൾക്ക് എന്റെ കൂടെ താമസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഈ ലോൺലിനെസ്സിനെ കുറിച്ചാണ്. ഇവിടെ പറയുന്ന ഒരു വാചകം ഉണ്ട് നോക്കി, 6ാമത്തെ വാക്യത്തില്, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോകലെയാകുന്നു, ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ.
ഭയങ്കര രസകരമാണ്. ശൂന്യ സ്ഥലത്തെ മൂങ്ങ എന്ന് പറഞ്ഞ തന്നെ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ മൂങ്ങ ഇങ്ങനെ കണ്ണും തുറന്നിരിക്കും അല്ലേ? എല്ലാവരും ഉറങ്ങുമ്പോൾ കണ്ണും തുറന്നു. നമ്മൾ പറഞ്ഞു ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കണം, ദൈവമേ ഞാൻ ശൂന്യ സ്ഥലത്തെ മൂങ്ങയാണോ, മൂങ്ങ പോലെയാണോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നേണ്ട സാഹചര്യങ്ങൾ. എനിവേസ്, അപ്പം ലോൺലിനെസ്സിനെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഈ തീം പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഓർത്തോണേ. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. ഈ തീമിനകത്ത് ഓരോ പിതാക്കന്മാര് ഇതിനെക്കുറിച്ച് ഓരോ കമന്റ് പറയും നമ്മുടെ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തേനകത്ത് മറിവാനിയോസ്, സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് അല്ലെ, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് നമ്മൾ വിളിക്കുന്നതാണ് ജോൺ ക്രിസോസ്റ്റം എന്ന് വിളിക്കുക, സെയിന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ ശരീരം മാത്രമല്ല ആത്മാവും ക്ഷയിക്കുന്നു അല്ലെ. പാപം ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ്സ് നോട്ട് മിയർലി അബൌട്ട് യുവർ ബോഡി, റാദർ ഇറ്റ് ഡിസ്ട്രോയ്സ് യുവർ സോൾ അല്ലെ, ഇറ്റ് കിൽസ് യുവർ സോൾ എന്നൊക്കെയാണ് പലപ്പോഴും അദ്ദേഹം പറയുന്നത്. ഏകാന്തതയെ കുറിച്ച് പറയുന്ന ഒരു പിതാവിനെ നമ്മൾ അവതരിപ്പിക്കുന്നത് സെന്റ് അഗസ്തീനോസ് എന്ന പിതാവിനെ കുറിച്ചാണ്. അതാണ് രണ്ടാമത്തെ തീം എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? ദൈവകോപമുണ്ട്. ദൈവകോപത്തെ കുറിച്ച് അത് കാണുന്നുണ്ട്. അതാണ് ഡിവൈൻ ഡിസ്പ്ലഷർ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുക അല്ലെ. എന്നാണ് അതിന്റെ അർത്ഥം? എന്നാ? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലൊന്ന്, ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നീ പ്രീതിപ്പെടണമെന്ന് അല്ലെ. അങ്ങനെ നമ്മൾ പലപ്പോഴും പറയുന്നത്, ലോർഡ് ഓൾവേസ് ബി ഹാപ്പി ഇൻ അവർ പ്രേയേഴ്സ് അല്ലെ. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് സന്തുഷ്ടനാവണമെന്ന്. അപ്പൊ പ്രാർത്ഥന കേട്ട് ദൈവം സന്തുഷ്ടനാവുകയാണെങ്കിൽ നമ്മളുടെ തിന്മയോ പാപമോ ചെയ്താൽ ദൈവത്തിന് എന്നാ ഉണ്ടാവും? സങ്കടം ഉണ്ടാവും അല്ലെ. പോസിറ്റീവ് കാര്യങ്ങൾക്ക് ദൈവത്തിന്റെ ഭാഗത്ത് സന്തോഷമാണെങ്കിൽ, സംപ്രീതിയാണെങ്കിൽ നമ്മൾ വിചാരിക്കണം തിരിച്ചുകൊണ്ട് ഏത് ദൈവത്തിന് ഡിസ്പ്ലഷറും ഉണ്ടാവും എന്നുള്ള ഒരു അനുഭവത്തെ നമ്മൾ പ്രത്യേകത കാണും. അതായത് 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കി, നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നുവല്ലോ. എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനില്ല കർത്താവേ. ഇഫ് ഐ ഫീൽ ലൈക്ക് യു ഹാവ് സം ഡിസ്പ്ലഷർ ഓൺ മീ, ഐ ആം ദ സോൾ റീസൺ. I don't have the right to blame anyone else. I am the sole reason for your displeasure. So ഇതിനെ കുറിച്ച് ഇതിനകത്ത് കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് eternity of God, ദൈവത്തിന്റെ നിത്യത. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. നീ യഹോവേ എന്നേക്കുമുള്ളവൻ. ശരിക്കും ആ ഒരു ഷിഫ്റ്റ് നമ്മൾ അവിടെയാണ് കാണുന്നത്. ആദ്യം പറഞ്ഞില്ലേ, ഫ്രം ഗ്രീഫ് ടു ഹോപ്പ് എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ് നമ്മൾ കാണുന്നത്. നീ യഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നിൽക്കുന്നു എന്ന് പറയുന്ന ഇടത്താണ്. സോ ദൈവത്തിന്റെ നിത്യത, പ്രത്യേകിച്ച് കപ്പദോക്യയിലെ പിതാവായ മാർ ബസേലിയോസ് എന്ന് പറയുന്ന പിതാവ് പറയുന്നത്, മനുഷ്യന്റെ ആശ്വാസം അല്ലെ, വലിയ പ്രയാസത്തിലിരിക്കുന്ന മനുഷ്യന്റെ ആശ്വാസം എന്ന് എന്താണ്? അത് അവന്റെ ഒരു ശക്തിയിലൊന്നുമല്ല, പിന്നെ എന്തിലാണ്? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്വഭാവം. എന്താ ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ? ഒരു വാക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എപ്പോഴും പറയും ദൈവം നിത്യനാണ്. നമ്മൾ പറയും, നമ്മൾ പലപ്പോഴും ചിന്തിക്കും ദൈവം മരിക്കാത്ത ആളെന്നാ അല്ലെ. നിത്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളും പറയും മരണമില്ലാത്തവനെ. അത് മാത്രമാണോ ദൈവത്തിന്റെ നിത്യതയുടെ ലക്ഷണങ്ങൾ? എന്താ ദൈവത്തിന്റെ നിത്യതയുടെ വലിയ ലക്ഷണം എന്നറിയാമോ? ആലോചിച്ച് നോക്കി. ആർക്കെങ്കിലും പറയാമെങ്കിൽ അതിനുശേഷം നമുക്ക് അന്വേഷിച്ചുകൊണ്ട് മുട്ടായി മേടിക്കും. ദൈവം നിത്യനാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് കേവലം ദൈവത്തിന്റെ അല്ലെ, ലൈക്ക് ഹിസ് ഫോർ എവർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണോ? അതോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആശ്വാസം കണ്ടെത്താൻ സാധിക്കുക? നമ്മൾ പറയാം ദൈവത്തിന്റെ കരുണ. ദൈവത്തിന്റെ കരുണ. കരുണ എന്താണ്? അത് കൺസിസ്റ്റന്റ് ആണെന്നാണോ ഉദ്ദേശിക്കുന്നത്? എക്സാക്ട്ലി. അത് വളരെ കൺസിസ്റ്റന്റ് ആണ്. ദൈവത്തിന്റെ നേച്ചർ, സ്വഭാവം. നമ്മൾ കുറച്ചുകൂടെ നല്ല വാചകത്തിൽ പറയുന്നത് ഗോഡ് ഈസ് അൺചേഞ്ചിങ് അല്ലെ. ഇപ്പൊ ഇങ്ങനെ, നാളെ അങ്ങനെ, മറ്റന്നാൾ അങ്ങനെ ആയിരിക്കുകയാണ് നമ്മളെ പോലെ. ദൈവം ഹീസ് ദ സെയിം ഓൾവേസ്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മൾ എപ്പോഴും പുതിയ നിയമത്തിൽ പറയുന്ന ഒരു പാരബിൾ ഉണ്ട്, പാരബിൾ ഓഫ് ദ പ്രൊഡിഗൽ സൺ അല്ലെ. മോനങ്ങ് ദൂരെ പോയി, മോന് അപ്പനെ ഡിസ്പ്ലഷർ ഉണ്ടാക്കി. പക്ഷെ മോൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും എന്നാ പറ്റി? നമ്മൾ കാണുന്ന ഇമേജ് എന്താണ്? ഇമേജ് ഓഫ് ലവിങ്, എവർ ഫൊർഗെറ്റിംഗ് അല്ലെ, എവർ അക്സെപ്റ്റിംഗ് ഫാദർ. ശരിക്കും അതന്നെയാണ് നമ്മൾ പറയുന്നത്. ഇറ്റേണിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന സമയത്ത് ഇത്തരം ചിന്തകളെല്ലാം ഒരു പാപിയെ സംബന്ധിച്ച് അവന്റെ റിട്ടേണിന്, അവന്റെ ആശ്വാസത്തിന് കാരണം ഇതാണ്. എന്ത്? ഗോഡ് ഈസ് ഇറ്റേണൽ, ഈസ് അൺചേഞ്ചിങ്, ഈസ് ദ സെയിം ഓൾവേസ് എന്നുള്ള വലിയ പ്രത്യാശയാണ്. സോ അതും ഇതിനകം നമ്മൾ, ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. മൂവിങ് ഫോർവേഡ്,
സോറി, അവിടെ ഒരു ഓവർലാപ്പ് ഉണ്ട് ആ ഫോണ്ടിനെ. ഞാൻ സിസ്റ്റം ഒന്ന് മാറിയപ്പോൾ പറ്റിയ കുഴപ്പമാണ്. നാലാമത്തെ ഒരു ഇവിടെ കാണാം. നാലാമത്തെ ഒരു തീം എന്ന് പറയുന്നത് അഞ്ചാമത്തേത് അല്ലെ തീം എന്ന് പറയുന്നത് ഹോപ്പ് ഓഫ് റെസ്റ്റോറേഷൻ ഓഫ് സയൻ. മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, ഇത് വ്യക്തിയുടെ മാത്രം എന്തല്ല, റെസ്റ്റോറേഷനും ഹോപ്പും അല്ല, കുറെ കൂടെ എക്ലീസിയയിലാണ്, എല്ലാവരുടെയുമാണ് അല്ലെ. അതായത് സിയോനോട് കരുണ കാണിക്കാനുള്ള സമയം. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം എന്നുള്ള ആശയം നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും. ഞാൻ പറഞ്ഞല്ലോ, എവിടെ വെച്ചാണ് ഇത് എഴുതുന്നത്? ബാബേലിൽ വെച്ച്. ബാബേലിൽ വെച്ച് എഴുതുമ്പം Zion is in trouble now, and the people, they are hoping like God is going to show mercy to Zion. ഒരു ദിവസം ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകും, ഞങ്ങളെ വീണ്ടും പഴയ പോലെ ആക്കും എന്നുള്ള പ്രത്യാശ. അതാണ് സിയോനോട് കരുണ കാണിക്കും എന്നുള്ള അർത്ഥം. സോ അതാണ് ഇവിടെ കാണുന്ന സിയോന്റെ പുനഃസ്ഥാപനത്തിനുള്ള പ്രത്യാശ. താങ്ക് യു. സിയോനോട് കരുണ കാണിക്കും എന്നുള്ള പ്രത്യാശയെ കുറിച്ച് പറയുന്നത്. ലാസ്റ്റ് വൺ, ആറാമത്തേത് കമ്മ്യൂണൽ വേർഷിപ്പ് അല്ലെ. എന്താണ്? എല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്. The name of the Lord will be proclaimed in Zion. Individual repentance aims at corporate communal worship. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളിവിടെ 10 പേരുണ്ടേ. നമ്മൾ 10 പേർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, നമ്മൾ 10 പേരും പ്രയാസത്തിലായിരുന്നു. നമ്മൾ 10 പേരും കൂടെ ഈ സാമിൽ പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ തിരിച്ച് ദൈവത്തിലേക്ക് വന്നാൽ അതിന്റെ നെറ്റ് റിസൾട്ട് നമ്മുടെ 10 പേർക്ക് മാത്രമാണോ? അല്ല, നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റിക്കുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഡിവിജ്വൽ റിഡംഷൻ ആക്ച്വലി ലീഡ്സ് ടു കമ്മ്യൂണൽ റിഡംഷൻ എന്ന് പറയുന്നത്. വ്യക്തിപരമായ ഒരു കാര്യം സമൂഹത്തിന്റെ. അതുകൊണ്ടാണ് വ്യക്തി രക്ഷപ്പെടുമ്പോൾ സിയോനും രക്ഷപ്പെടുന്ന ഒരു ആശയത്തിലേക്ക് ഈ സങ്കീർത്തനം പറഞ്ഞു വന്ന് അവസാനിക്കുന്നത്. ആൻഡ് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് മെസ്സയാനിക് ഇന്റർപ്രിട്ടേഷൻ ആണ്. നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ, ഞാൻ നിങ്ങൾക്ക് സ്ലൈഡ് തരുമ്പോഴത്തേന് ഞാൻ എഡിറ്റ് ചെയ്ത് തന്നോളാം. എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടു ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, പ്രത്യേകിച്ച് ഒരു നിമിഷം, ആംബുലൻസ് വേറെ ഓടിക്കൂടെ സൗണ്ട് ആയിരുന്നു. അപ്പം എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, അത് ശരിക്കും വാസ്തവത്തിൽ ഇതിന്റെ ഈ സാമിന്റെ ഒരു കൃത്യം കോപ്പിയായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിനകത്ത് കാണുന്നത്, ഈ സാമിനകത്ത് കാണുമ്പോഴത്തേക്കിനും ഞാൻ ആ റെഫറൻസ് ഒന്നെടുത്ത് പറയാം. എബ്രായ ലേഖനത്തിന്റെ റെഫറൻസ്, ഒരു നിമിഷം. കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഇതെല്ലാം ഈ സങ്കീർത്തനത്തിലെയാണ്. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറയുന്നു അല്ലെ. എന്ന് പറയുന്നു എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ, യു യുവർസെൽഫ് വിൽ റീച്ച്ഡ്. നമ്മളിപ്പം പറഞ്ഞതിന്റെ ബാക്കിയാണ്, യു യുവർസെൽഫ് വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് ത്രൂ ദ ഇയേഴ്സ്. ഇത് വാസ്തവത്തിൽ കർത്താവിനെ കുറിച്ച് പറയുന്നതാണെന്നാണ് പിതാക്കന്മാരുടെ വലിയൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. അത്താനാസിയോസ് എന്ന് പറയുന്ന പിതാവ് ഒരു വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ നടത്തുന്നുണ്ട്. ഹി അഫേംസ് ദാറ്റ് though Christ entered human history in human form as God, he remains eternal. He remains eternal. ഒരു മശീഹൈക സാമും കൂടെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് ഈ ലെസന്റെ അവസാനത്തിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് മെഡിറ്റേറ്റീവ് തോട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരികയില്ല, പക്ഷെ നമുക്ക് അതൊരു മനസ്സിലാക്കാൻ വേണ്ടി നമ്മളുള്ളതാണ്. എന്താണ്? ദുഃഖത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥന ആണിത്. അതേപോലെ അനുതാപ പ്രത്യാശയിലേക്ക് നയിക്കുന്നുണ്ട്. സഭയുടെ ജീവിതത്തിനുള്ള ഒരു സന്ദേശമാണിത്. ഇതൊക്കെ നമുക്കും നമ്മുടെ ഒരു പേഴ്സണൽ മെഡിറ്റേഷനിലേക്ക് വരുമ്പോഴേക്കും ഇത് വായിക്കാനും ധ്യാനിക്കാനും സാധിക്കണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സാംസ് 102. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. രണ്ട് എക്സ്ട്രീമുകൾ നിങ്ങളെ ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി. ഇറ്റ്സ് ലൈക്ക് എ ജേർണി. ഒരു വലിയ പ്രയാസത്തിൽ നിന്ന് അല്ലെ പ്രത്യാശയിലേക്കുള്ള ഒരു യാത്രയായിട്ട്, ആ യാത്ര പൂർത്തിയാകുമ്പോഴേക്കും ഒരു വ്യക്തിയുടെ മാത്രമല്ല, സമൂഹത്തിന്റെ പ്രത്യാശയാണ്. ആ കാലത്തെ സമൂഹത്തിന് മാത്രമല്ല,
ഒരു എസ്കറ്റോളജിക്കൽ ഹോപ്പ്, അതായത് കാരണം ദൈവം എന്നേക്കും നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള ഒരു വലിയ എസ്കറ്റോളജിക്കൽ ഹോപ്പായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു മിനിറ്റ്. എനി ക്വസ്റ്റ്യൻസ് ടു ആസ്ക്? ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ലെസണിലേക്ക് പോവുകയാണ്. ഞാൻ അടുത്തൊരു സ്ലൈഡ് ഒന്ന് എടുത്തോട്ടെ ഒരു നിമിഷം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം തീർക്കണമെന്ന് കരുതി തയ്യാറാക്കിയിരുന്ന ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത് 2 സ്ലൈഡിലായിപ്പോയത്. കാണാമോ? കാണാമോ? കാണാം അച്ഛാ. ഓക്കെ. സോ അടുത്ത ലെസണിലേക്ക് നമ്മൾ പോവാണ്. ലെസൺ 7, സാം 130. ഇനി എത്ര സാമുകളുണ്ട്? ആലോചിച്ച് നോക്കി. ഞാൻ ഈ നോർമലി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ രണ്ട് ചോദ്യം ചോദിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്, നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണേ. ഇനി 2 സാമുകളുണ്ട്. ഇപ്പൊ നമ്മൾ 5 എണ്ണം കഴിഞ്ഞു. ഇത് 6ാമത്തേതാണ്. ആൻഡ് വി ഹാവ് 1 മോർ. ചെറിയ സങ്കീർത്തനങ്ങളാണ് ഇത് രണ്ടും. 130ഉം 143 രണ്ടും ചെറിയ സങ്കീർത്തനങ്ങളാണ്. സോ സാം 130. ലാറ്റിൻ ട്രഡീഷൻ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വെസ്റ്റേൺ ചർച്ചിൽ ഈ സങ്കീർത്തനത്തിന് ഒരു പേരുണ്ട്. ഡേ പ്രൊഫുണ്ടിസ് എന്നാണ് ഇതിന്റെ പേര്. ഡേ പ്രൊഫുണ്ടിസ്. ഈ ലത്തീനില് ഒത്തിരി പേരുകളുണ്ട്, ഭയങ്കര രസകരമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ട് കാണും, എന്താണ് പറയുന്നത്, ഗ്ലോറിയ ഇൻ എക്സെൽസിസ് ഡേയോ കേട്ടിട്ടുണ്ടോ? ഗ്ലോറിയ ഇൻ എക്സെൽസിസ് ഡേയോ എന്താണ് എന്റെ പേര്? ആ പാട്ട് എന്താണ്? ഒരു പാട്ട്. വെരി ഗുഡ്. നമ്മളും പാടും ഗ്ലോറിയ ഗ്ലോറിയ ഇൻ എക്സെൽസിസ് ഡേയോ. എന്തോ നമുക്കറിയാലോ ഈ പാടുന്ന സമയത്ത്, അല്ലേ? പക്ഷെ വാസ്തവത്തിൽ അത് വേദപുസ്തകത്തിലെ ഒരു വാക്കിന്റെ ഒരു വരിയുടെ ഇംഗ്ലീഷ് ലാറ്റിൻ വേർഷൻ ആണ്. എന്താണ് പറയുന്നത്? അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്നേ പറയുന്നുള്ളൂ, അല്ലെ? ഗ്ലോറിയ ഇൻ എക്സെൽസിസ് ഡേയോ, അല്ലെ? ഇൻ ദ ഹൈറ്റ്, ഗ്ലോറി ഇൻ ദ ഹൈറ്റ്സ് എന്നാ വാസ്തവത്തിൽ പറയുന്നത്. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നാ പറയുന്നത്. എന്ന് പറയുന്നത് പോലെ അവിടെ ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ, ഇവിടെ ഒരു വാക്ക് ഡേ പ്രൊഫുണ്ടീസ് എന്നൊരു പദമാണ്. അതിന്റെ നല്ല മീനിങ് എന്ന് അറിയാമോ? ആഴത്തിൽ നിന്ന് എന്നാണ് വാസ്തവത്തിൽ ഈ സങ്കീർത്തനത്തിൽ അങ്ങനെ അറിയുന്നത്. ഡേ പ്രൊഫുണ്ടീസ് എന്നറിയപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ്. പ്രത്യേകിച്ച് സുറിയാനി പാരമ്പര്യത്തിലേക്ക് വരുമ്പോഴേക്കും ഈ സങ്കീർത്തനത്തെ, അല്ലെ, ആഴത്തിൽ നിന്നും ഉള്ള ആത്മാവിന്റെ നിലവിളി, ആഴത്തിൽ നിന്നും ഉയരുന്ന ആത്മാവിന്റെ നിലവിളി എന്ന അർത്ഥത്തിലാണ് വാസ്തവത്തിൽ ഈ സങ്കീർത്തനം അറിയപ്പെടുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്, ആഴം എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ സിഗ്നിഫൈ ചെയ്യുന്നതാ? പോട്ടെ, ഉയരം എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ സിഗ്നിഫൈ ചെയ്യുന്നതാ? ഹൈറ്റ്സ്. നമുക്കറിയാമല്ലോ, വേദപുസ്തകത്തില് എല്ലാ മനുഷ്യർക്കും, മോസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്, the prophets, other great personalities, they had their divine vision എവിടെ വെച്ചായിരുന്നു? മോശയ്ക്ക് ദൈവത്തെ കണ്ട എവിടെ വെച്ചായിരുന്നു? മലയുടെ മുകളിൽ വെച്ചിട്ടാണല്ലേ? എല്ലാം മലയുടെ മുകളിലാണ്. അതായത് എപ്പോഴും ഉയരങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ ഇടങ്ങളായിട്ടാണ് വിശ്വസിച്ചിട്ടുള്ളത്. ഉയരം ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണെങ്കിൽ അതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് എന്താണ്? ആഴമാണ്. ആഴം ദൈവ സാന്നിധ്യം ഇല്ലാത്ത ഇടങ്ങളായിട്ടാണ് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഉയരം അല്ലെ, നമ്മൾ പറയും, അല്ലെ, മാമോദീസായിക്ക് നമ്മളെയൊക്കെ മുക്കിയപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ പറയും, നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് എന്താ പറയുന്നത്? മശീഹ തമ്പുരാനുള്ള വിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് എന്താ പറയുന്നേ? സാത്താനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ഡ്യുവലാണ്. ഇവിടെയും ആ ഡ്യുവലിനെ നമ്മൾ മനസ്സിലാക്കണം. സോ ഇറ്റ്സ് റെക്കഗ്നൈസ്ഡ് ആസ് എ സോൾസ് ക്രൈ റൈസിംഗ് ഫ്രം ദ ഡെപ്ത്സ്. ആഴത്തിൽ നിന്നുള്ള ഒരു നിലവിളിയായിട്ടാണ് ആഴമെന്ന വാക്കിനകത്ത് തന്നെ ഈ എഴുത്തുകാരന്റെ പ്രസന്റ് സ്റ്റേറ്റ് അതിനെ റിവീൽ ചെയ്യുന്ന ഒന്നാണ്.
ആറാമത്തെ സങ്കീർത്തനമാണ്. ഐ മീൻ 7 സങ്കീർത്തനങ്ങളിൽ 6-ാമത്തെ സങ്കീർത്തനമാണ്. വൈഡ്ലി യൂസ്ഡ് ഇൻ ലണ്ടൻ വർഷിപ്പ്. എന്താ ലണ്ടൻ വർഷിപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ നോമ്പിലെ നമസ്കാരങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ്. ആൻഡ് ശിമ നമസ്കാരം, കാനോനിക്കൽ പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നുണ്ട്. ശവസംസ്കാര ശുശ്രൂഷകളിലും ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ആഴത്തിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കയറണം. ആഴത്തിൽ നിന്ന് എവിടേക്ക് കയറണം? ഉയരങ്ങളിലേക്ക് കയറണം. ഞാൻ ആദ്യത്തെ ഒരു ദിവസം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് എന്റെ ഓർമ്മ. ഈ പല സങ്കീർത്തനങ്ങളിൽ ഒരു വിഭാഗം സങ്കീർത്തനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് എന്ത് സങ്കീർത്തനം എന്നാണ്? ആരോഹണം. വെരി ഗുഡ്. ആരോഹണ സങ്കീർത്തനങ്ങൾ എന്നാണ്, അല്ലെ? അത് എന്തിനു ഉപയോഗിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞേ? ഇത് എന്തിനാ ഉപയോഗിച്ചിരുന്നത്? മല മേളോട്ട് കയറുന്ന സമയത്ത്. മേപ്പോട്ട്. ഏത് മേളിലേക്ക് കയറുന്ന സമയത്ത്? വളരെ ശരിയ ഉത്തരങ്ങൾ കേട്ടോ. ഏത് മുകളിലേക്ക് കയറുമ്പോഴാണ് ഈ സോങ്സ് ഓഫ് അസെന്റ്? വെരി ഗുഡ്. യെരുശലേം ദേവാലയത്തിന്റെ ഉയരങ്ങളിലേക്ക് ഇവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഈ ട്രാവൽ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ചൊല്ലിക്കൊണ്ടു പോയിരുന്ന സങ്കീർത്തനങ്ങളാണ് വാസ്തവത്തിൽ ആരോഹണ സങ്കീർത്തനങ്ങൾ അഥവാ സോങ്സ് ഓഫ് അസെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ സോങ് സാം ഈസ് എമംഗ് ഈ ആരോഹണ സങ്കീർത്തനങ്ങളിൽ പെട്ടതാണ്. കാരണം 120-ാം സങ്കീർത്തനം മുതൽ 134-ാം സങ്കീർത്തനം വരെയുള്ള സങ്കീർത്തനങ്ങളെയാണ് ആരോഹണ സങ്കീർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ നമ്പർ 130 ആണ്. സോ ഡെഫിനറ്റ്ലി ദിസ് ഓൾസോ ഇസ് പാർട്ട് ഓഫ് ദ സോങ്സ് ഓഫ് അസെന്റ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആഴത്തിൽ നിന്നുള്ള നിലവിളിയെ കുറിച്ച്. അവർ നടന്നു കയറുന്ന കൂട്ടത്തിൽ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു സ്ഥിതിയും കൂടെയാണത്. അവർ പ്രയാസത്തിലാണ്, ദുഃഖത്തിലാണ്. ഞങ്ങൾ ഈ പടി കടന്ന് കയറുന്നത് പോലെ കർത്താവേ, അല്ലെങ്കിൽ യഹോവേ, ഞങ്ങളും ഞങ്ങളുടെ പാപത്തിൽ നിന്ന് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ നമ്മളത് കാണേണ്ടത്. So belongs to the songs of ascents prayed by pilgrims ascending to the temple in Jerusalem, and it represents the darkest phase of the spiritual journey towards Zion, expressing consciousness of sin with intense power. സിയോൺ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരുപാട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ആ ദേശത്തെ വിളിക്കാറുണ്ട്, യെരുശലേമിനെ വിളിക്കാറുണ്ട്, ഇവൻ ദേവാലയത്തെ പോലും സിയോൻ എന്ന് വിളിക്കാറുണ്ട്. ദൈവസാന്നിധ്യത്തിന്റെ ഇടം, ഇതെല്ലാം സിയോനാണ്. ആണെങ്കിൽ ഈ സ്പിരിച്വൽ ജേർണി ടുവേർഡ്സ് സിയോൻ ആണ് വാസ്തവത്തിൽ കാണുന്നത്. അങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വാക്കൊരു ഹീബ്രു വേർഡ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇത് ദാവീദ് പലപ്പോഴും ചിലപ്പം പറയാറുണ്ട് ബാബിലോൺ പ്രവാസകാലത്ത് എഴുതിയതായിരിക്കാമെന്ന് പറയാറുണ്ട്. മറ്റു ചിലർ പറയാനില്ല ദാവീദ് എഴുതിയതാണെന്ന് പറയാറുണ്ട്. അത് ആരെഴുതിയത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. വീണ്ടും പറയുകയാണ്, ഈ ആഴമെന്ന വാക്ക് അവിടെ എബ്രായ ഭാഷയില് മമാഖീം എന്ന വാസ്തവത്തിൽ പറയുന്നത്. മമാഖീം ഈം എന്ന് അവസാനിക്കുന്ന വാക്കുകളൊക്കെ ഹീബ്രുവില് പ്ലൂറൽ സിംഗിളും പ്ലൂറലും അറിയാലോ അല്ലെ? ഇപ്പോഴും അത് ഒരു മാസ്കുലിൻ പ്ലൂറൽ യൂസേജ് ആണ്. ആഴങ്ങൾ, ഡെപ്സ് എന്ന് പറയുന്നത്. അപ്പം അത് മമാഖീം എന്ന പദം ഒരാളിലുള്ള വലിയ വേദനയുടെയും അന്ധകാരത്തിന്റെയും നിരാശയുടെയും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെയും ഒക്കെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. സോ ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് വളരെ വേഗം മുൻപോട്ട് പോകാം. എന്റെ ഒരു ഡിവിഷൻ ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഞാൻ ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്രൈ ഫ്രം ദ ഡെപ്സ്, കോൺഷ്യസ്നസ് ഓഫ് സിൻ ആൻഡ് ഡിവൈൻ ജസ്റ്റിസ് വേഴ്സസ് ഫോർഗീവ്നെസ്, തിയോളജി ഓഫ് വെയിറ്റിംഗ്, ഇൻവിറ്റേഷൻ ടു ദ എക്ലേസിയൽ കമ്മ്യൂണിറ്റി. നമുക്ക് ഓരോന്ന് നോക്കിപ്പോകാം. ഒന്നാമത്തേത് എന്താണ്? ഒരു നിലവിളിയുടെ ഘട്ടമാണ്. നിലവിളിയുടെ ഒരു ഘട്ടമാണ്. അല്ലെ, ഓരോ വാക്കുകൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്ന കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണം, നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിക്കണം. ഏതോ ഒരു വ്യക്തി നിലവിളിക്കുകയാണ്, കളങ്കമില്ലാതെ, കുറവില്ലാതെ. അതാണ് കണ്ടെയ്ൻസ് നോ സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, എക്സ്ക്യൂസസ് ഓർ ലീഗലിസ്റ്റിക് ആർഗ്യുമെന്റ്സ്, ഓൺലി എ റോ ഡെസ്പറേറ്റ് ക്രൈ. നമ്മൾ ഈ വലിയ വേദനയിലൊക്കെ ആയിട്ട് വിട്ട് കരയത്തില്ലേ, ആരെങ്കിലും രക്ഷിക്കണമേ എന്നൊക്കെ പറയുന്നത് പോലെ, എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ വിളിച്ച് ഉറക്കെ പറയുകയാണ് അല്ലെ, അയാൾ ആയിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് ആഴത്തിൽ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു.
ഏറ്റവും ശക്തമായ പ്രാർത്ഥന എന്ന് പറയുന്നത് വാക്കുകളുടെ സൗന്ദര്യമല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് യുവർ വേർഡ്സ്, റാദർ എന്താണ് ദ ഡെപ്ത്സ് ഓഫ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴമാണ് വാസ്തവത്തിൽ പ്രാധാന്യമുള്ളത്, അല്ലാതെ വാക്കുകളുടെ സൗന്ദര്യമല്ല. അതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ വാചകത്തിൽ ഇവിടെ കാണുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗം 3ഉം 4ഉം വാക്യങ്ങളാണ്. എന്താണ് പറയുന്നത് അവിടെ? ഡിവൈൻ ജസ്റ്റിസ് വേഴ്സസ് കവനന്റ് മേഴ്സി, അല്ലെ? എന്താണത്? കർത്താവെ, നീ ഞങ്ങളുടെ കുറ്റങ്ങളെ ഓർത്തു വെച്ചാൽ ആർ നിലനിൽക്കും, അല്ലെ? അതായത് നീതി വെച്ച്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നീതി വെച്ച് നീ ഞങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ നോ വൺ ക്യാൻ സ്റ്റാൻഡ് ബിഫോർ യു. നമ്മൾ മറ്റൊരു സാമിൽ ഇത് കണ്ടായിരുന്നു. നീതി വെച്ച് നീ നിൽക്കുകയാണെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവേ, എന്താണ്? നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. യു കീപ് ഓൺ അബ്സോൾവിങ്, അല്ലെ? നീ എപ്പോഴും ഇങ്ങനെ ക്ഷമിക്കുന്ന ദൈവമായതുകൊണ്ട് നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ, അതിനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിവൈൻ ജസ്റ്റിസ് ഉണ്ട്, ദൈവത്തിന്റെ നീതിയുണ്ട്. ബട്ട് വേഴ്സസ് കവനന്റ് മേഴ്സി, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതിന്റെ കരുണയുണ്ട്, അല്ലെ? അതാണ് പറഞ്ഞത്, നോ ഹ്യൂമൻ ബീങ് ക്യാൻ സ്റ്റാൻഡ് ജസ്റ്റിഫൈഡ് ഓർ ഗിറ്റ്ലെസ് അണ്ടർ സ്ട്രിക്റ്റ് ലീഗൽ ജസ്റ്റിസ്, ബട്ട് വിത്ത് യു ദർ ഈസ് ഫോർഗീവ്നെസ്, therefore you are feared എന്ന് പറയുന്നത്. അതായത് നമ്മളതിനെ ഇങ്ങനെ കൂടെ വായിക്കണേ, നീ ഞങ്ങളെ നശിപ്പിക്കുമെന്നുള്ളത് കൊണ്ടല്ല ഞങ്ങൾ നിന്നെ ഭയപ്പെടുന്നത്, നീ ഞങ്ങളോട് ക്ഷമിക്കുമെന്നുള്ളത് കൊണ്ടാണ്, അല്ലെ? മക്കളോട് അപ്പന്മാർക്ക് സ്നേഹം ഉണ്ടാവേണ്ടത്, അല്ലെ, അപ്പന്റെ കയ്യിൽ വടിയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതെന്റെ അപ്പനാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് പറയുന്നത് പോലത്തെ ഒരു ലോജിക്കാണ് നമ്മൾ ഇവിടെയും കാണേണ്ടത്. റെവറൻസ് ബോൺ ഓഫ് ഗ്രേസ്, ഫോർഗീവ്നെസ്, നോട്ട് ടെറർ ഈസ് ദ ട്രൂ ഫൗണ്ടേഷൻ ഓഫ് ദ ഫിയർ ഓഫ് ഗോഡ് നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് 5ഉം 6ഉം വാക്യങ്ങളാണ്. എന്താണ്? ഞാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ സ്പിരിച്വൽ ഡിസിപ്ലിൻ ഓഫ് വെയിറ്റിംഗ്. കാത്തിരിപ്പിന്റെ ദൈവശാസ്ത്രമാണ് കാത്തിരിപ്പ്. എന്താണ് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ? കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? എത്ര സമയം കാത്തിരിക്കാൻ നമുക്ക് ധൈര്യമുണ്ട് ഏതൊരു കാര്യത്തിന് വേണ്ടി? ഇപ്പൊ ഈ ഒരു ക്ലാസ് നമ്മൾ തുടങ്ങുകയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇവിടുത്തെ 3 മണി, നിങ്ങളുടെ ടൈം എത്ര? 7:30, അല്ലെ? 7:30 ഇരിക്കുകയാണ്. 7:45 അച്ഛൻ കയറിയില്ല. നിങ്ങൾ എന്നായി? കാത്തിരിക്കുമോ? ഇന്നിനി ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞ് പോവുമോ? കാത്തിരിക്കും. ക്ലാസ്സില്ലാന്ന് പറഞ്ഞ് സത്യമായിട്ട് നമ്മൾ പോവും. ഇനി അച്ഛൻ കയറത്തില്ല, അച്ഛൻ മറന്നു പോയതായിരിക്കുന്നവർ നമ്മളങ്ങ് പോവും, അല്ലേ? വാസ്തവത്തിൽ കാത്തിരിപ്പിനൊരു പ്രശ്നമുണ്ട്. എത്ര കാലം, എത്ര നേരം കാത്തിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഈ സാമിൽ നിന്ന് മാറുകയാണേ. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ സമയം എന്നൊരു സങ്കല്പമുണ്ട്. ടൈം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമയം. മനുഷ്യന്റെ സമയവുമുണ്ട്. ടൈം ഓഫ് മാൻ വേഴ്സസ് ടൈം ഓഫ് ഗോഡ് എന്നൊരു സമയമുണ്ട്. നമ്മൾ ചില സമയത്തൊക്കെ പറയത്തില്ലേ, ഞങ്ങൾ ഇത്രയും ചോദിച്ചിട്ട് ദൈവം തന്നില്ലല്ലോ. ഒറ്റ കാര്യം ഓർത്താൽ മതി, ദൈവം തന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? തരാനുള്ള സമയം ആയില്ല, അല്ലെ? തരാനുള്ള സമയമായില്ല. 38 വർഷം കിടന്ന തളർവാദ രോഗി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുളത്തിന്റെ കരയിൽ കിടന്ന മനുഷ്യനുണ്ടായിരുന്നു. ഇത്രയും കാലം കുളം കലങ്ങിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും അയാൾക്ക് സൗഖ്യം കിട്ടിയില്ല. അയാൾക്ക് സൗഖ്യം കിട്ടിയത് ഏത് സമയം വന്നപ്പോഴാണ്? ദൈവത്തിന്റെ സമയം വന്നപ്പോഴാണ്. നമ്മൾ ഇവിടെ ഇത് കാണേണ്ട ഒരു വാചകമാണ്. പ്രത്യേകിച്ച് 5ഉം 6 നോക്കി: ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ. അതിന്റെ അർത്ഥം എന്നാ? ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാളെന്ന്. ഇവിടെ ആലോചിച്ച് നോക്കി, ഒരു രാത്രിയിൽ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു നൈറ്റ് ഗാർഡ് ഒരു ജോലിക്കുകയാണ്. അയാളുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? കുറച്ച് സമയം കഴിയുമ്പോൾ നേരം പുലരും, അല്ലെ? അതല്ലേ അയാളുടെ പ്രത്യാശ. ഉഷസ്സിനായി കാത്തിരിക്കുകയാണ്, വെയിറ്റിംഗ് ഫോർ ദ ഡോൺ. ഉഷസ്സിനായി കാത്തിരിക്കുകയാണ്. അതിനൊരു പെർട്ടിക്കുലർ ടൈമുണ്ട്. അതൊരു നല്ല കാത്തിരിപ്പാണ്. ഐ എം ഷുവർ ദാറ്റ് അറ്റ് ദാറ്റ് ടൈം ഐ ക്യാൻ എൻഡ് മൈ വർക്ക് ആൻഡ് ഐ ക്യാൻ ഗോ ഹോം, അല്ലെ? അതാണ് അയാളുടെ പ്രത്യാശ. അവിടെ പറയുകയാണ്, അതിനേക്കാളും എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ അല്പം നീണ്ടുപോയാലും ഐ എം റെഡി ടു വെയിറ്റ്. നമുക്കിത് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ ഭയങ്കര ഒരു മോഡൽ സാധനമാണ്. ദ സ്പിരിച്വൽ ഡിസിപ്ലിൻ ഓഫ് വെയിറ്റിംഗ്. വെയിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതാണ് 5ഉം 6ഉം വാക്യങ്ങളിൽ കാണുന്നത്. 7ഉം 8ഉം വാക്യങ്ങൾ നോക്കി: ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ഒരു വ്യക്തിയല്ല, ഇസ്രായേലെ, അല്ലെ? ട്രാൻസിഷൻ ടു എ കമ്മ്യൂണൽ ടെസ്റ്റിമണി. ഒരു സമൂഹത്തിന്റെ സാക്ഷ്യത്തിലേക്കാണ് വാസ്തവത്തില്
അല്ലെ, ഒരു ക്ഷണം, പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ എല്ലാ അകൃത്യങ്ങളിൽ നിന്നും വീണ്ടെടുക്കും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കഴിഞ്ഞ സങ്കീർത്തനത്തിൽ കണ്ടു തന്നെയാണ്. പേഴ്സണൽ റിപ്പന്റൻസ് എക്സ്പാൻഡ്സ് ഇൻടു എ ടെസ്റ്റിമണി ഫോർ ദ എൻറ്റയർ വേർഷിപ്പിംഗ് ചർച്ച് ഇസ്രായേൽ ഓർ സയൻ, ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ചർച്ച് എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഒരു എക്സജിസിസ് എന്ന് പറയുന്നത്. 4 കാര്യങ്ങളായിരുന്നല്ലോ. ഒന്ന്, ആഴത്തിൽ നിന്നുള്ള ഒരു നിലവിളി, ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ കരുണയും കുറിച്ചുള്ള ചിന്തകള്, കാത്തിരിപ്പിന്റെ ഒരു ദൈവശാസ്ത്രമുണ്ട്, ഏറ്റവും അവസാനം അതൊരു കമ്മ്യൂണിറ്റിയുടെ, ഒരു സമുദായത്തിന്റെ, ഇതിനകത്ത് സമുദായം എന്നൊരു വാക്കാണ്, ഒരു സമൂഹത്തിലേക്കുള്ള ഒരു ക്ഷണം, അല്ലെ സമൂഹത്തിന്റെ ഒരു രക്ഷ എന്ന അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. സഭാപിതാക്കന്മാരുടെ ദർശനങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് ഇംഗ്ലീഷും മലയാളത്തിലും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. സെന്റ് അഗസ്റ്റിൻ എന്ന പിതാവ് പറയുന്നുണ്ട്, ആഴങ്ങളിൽ നിന്ന് നിലവിളിക്കുന്നത് പാപത്തിന്റെ ആഴത്തിൽ വീണുപോയവനല്ല, മറിച്ച് സ്വന്തം പാപത്തിന്റെ ആഴത്തെ തിരിച്ചറിഞ്ഞവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലെ? നമ്മൾ ഈ പൊട്ടക്കിണറ്റിലെ തവള എന്നൊരു യൂസേജ് ഉണ്ട്, അല്ലേ? എന്താ പൊട്ടക്കിണറ്റിലെ തവളയുടെ പ്രത്യേകത? അതിന്റെ അകത്ത് കിടക്കുന്ന മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് കിടക്കുന്ന മാത്രമേ കാണുള്ളൂ. പിന്നെ അതായത് അതിന്റെ വിചാരം അതാ. പറഞ്ഞു. തവള വെള്ളം, പൊട്ടക്കിണറ്റില് വെള്ളമില്ല. വെള്ളമില്ല, കോഴ്സ് വെള്ളമില്ല, അതിന് ചെളിയൊക്കെ കാണും, അഴുക്കുകൾ കാണും, പൊട്ടക്കിണറെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഈ തവളയുടെ വിചാരം അതാണ് ലോകം, അല്ലേ? അതിന് പുറത്തൊന്നും ഇല്ല എന്നാ തവളയുടെ വിചാരം. പക്ഷെ ഈ തവള ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തവളയ്ക്കുള്ളിൽ നിന്ന് ഞാൻ ഇത്രയും വീണു പോയല്ലോ എന്നൊരു ചിന്ത ഉണ്ടായെങ്കിലല്ല അതിന് അവിടെ രക്ഷപ്പെടണമെന്ന് തോന്നുള്ളൂ. അതർവൈസ് അത് വിചാരിക്കും ഇതാണ് ലോകം. ഇവിടെയും അഗസ്തീനോസ് എന്ന് പറഞ്ഞ പിതാവ് പറയുന്നത് അത് തന്നെയാണ്. പാവത്തിൽ ആഴത്തിൽ വീണുപോയവനല്ല അവിടെ കിടന്ന് നിലവിളിക്കുന്നത്, പിന്നെയോ ആഴത്തെ തിരിച്ചറിയുന്നവനാണ്, അല്ലെ? ഞാൻ ഇത്രയും താഴെയായി പോയല്ലോ എന്ന്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഞാൻ ചേർത്ത് പറയുകയാണ്, വിശുദ്ധ കുമ്പസാരത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഒരു നല്ല കുമ്പസാരം നടക്കണമെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ വീണിരിക്കുന്ന പാപത്തെ നമ്മൾ റിയലൈസ് ചെയ്യണം. അൺലെസ് യു റിയലൈസ് your position, you will never have a good കൺഫെഷൻ എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആത്മീയ അഹങ്കാരമാണ് യഥാർത്ഥ വീഴ്ച, അല്ലെ? വിനയമാണ് ആത്മീയ ഉയർച്ച എന്ന് പറയുന്നത്. സ്വർണ്ണനാമകാരനായ ഇവാനിയോസ് ജോൺ ക്രിസോസ്റ്റം എന്നവർ പിതാവ് പറയുന്നത്, ദൈവം നമ്മുടെ പാപങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നില്ല, മറിച്ച് അവിടെ നമ്മുടെ കണ്ണുനീരിനെ അളക്കുന്നു. അന്ത്യോക്യയിലെ സേവറസ് ഓഫ് ആന്റിയോക്ക് എന്ന് പറയുന്ന പിതാവ് പറയുന്നുണ്ട്, ക്ഷമയെ ഭയത്തിന് കാരണമാക്കുന്ന ദൈവം ക്രൂരനല്ല, പിന്നെയോ അവിടുന്ന് പൂർണ്ണ സ്നേഹമുള്ള പിതാവാണ്. അപ്പറേം പിതാവ് പറയുന്നത്, അദ്ദേഹം 130 സങ്കീർത്തനത്തെ കണ്ണുനീരിന്റെ ആരാധന എന്നാണ് വിളിക്കുക. കണ്ണുനീർ വീഴുന്നയിടത്ത് കരുണ വിത്തായി വീഴുന്നു എന്നാണ് പറയുന്നത്. എനിവേസ് അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ലെസൺ. നമ്മൾ ഒന്നുകൂടെ അതിന്റെ ഒരു പ്രധാന ആശയങ്ങൾ, ഡിവൈൻ അറ്റന്റീവ്നെസ്, ദൈവം പ്രാർത്ഥന കേൾക്കും, കാത്തിരിക്കണം, പ്യൂരിഫൈങ് പേഷ്യൻസ്, റെവറൻസ് ത്രൂ ഗ്രേസ്, ദൈവത്തിന്റെ കരുണയിലുള്ള ഭയം, പ്രത്യാശ എന്നുള്ളത് ഒരു അവസാനത്തെ വാക്കാണ്. ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നു. സോ ഇതാണ് ഈ ലെസണിൽ നമ്മൾ കാണുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സാം 130. ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 102 കണ്ടു, 130 കണ്ടു. Shall we move forward? Okay, അച്ഛാ. Okay. ആൻഡ് അവസാനത്തേക്ക് നമ്മൾ വരികയാണ്, അല്ലെ? അവസാനത്തെ അനുതാപ സങ്കീർത്തനം എന്ന് പറയുന്നത് 143-ാം സങ്കീർത്തനമാണ്. നമ്മുടെ പുസ്തകത്തിലെ 8ാമത്തെ ലെസൺ ആണ്, സാം 143. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 7ാമത്തെ കാനോനിക്കൽ പൊസിഷൻ, 7th and final psalm of the 7 penitential psalms. പലപ്പോഴും അത് ദാവീദ് രാജാവ് എഴുതിയതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഡ്യൂറിങ് ഇന്റൻസ് ട്രയൽ ആൻഡ് ത്രെറ്റ് ടു ലൈഫ്. ദാവീദിന് എന്താ അങ്ങനെ ഒരു വലിയ ട്രയൽ ഉണ്ടായി എന്ന് പറയുന്നത്? എന്തുമായിരിക്കും ദാവീദിനുണ്ടായ വലിയൊരു ട്രയൽ? അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തോ ഒരു പ്രതിസന്ധി? പിതാക്കന്മാർ പറയുന്നത് 2 കാലത്ത്, ഈ 2 കാലങ്ങളിൽ ഏതെങ്കിലും കാലത്തായിരിക്കും എന്ന് പറയാറുണ്ട്. ഏതൊക്കെ കാലമാണെന്ന് അറിയാം. ഒന്നുകിൽ ശൗൽ രാജാവ് ദാവീദിനെ പീഡിപ്പിച്ചൊരു സമയമില്ലേ, ശൗൽ രാജാവ്, ആ കാലമായിരിക്കും. അല്ലെങ്കിൽ മകനായ അബ്ശാലോം ദാവീദുമായിട്ട് വഴക്കുണ്ടാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. ഈ 2
കാലത്തിന് ശേഷമായിരിക്കും. കാരണം അതിനാ നമ്മൾ കാണുന്നുണ്ട് 3-ാം വാക്യത്തിൽ വരുമ്പോഴേക്കും, ശത്രു എന്റെ ആത്മാവിനെ പിന്തുടരുന്നു, എന്റെ ജീവനെ നിലം പതിപ്പിക്കുന്നു, എന്നെ അന്ധകാരത്തിൽ പാർപ്പിക്കുന്നു എന്നും മറ്റുമൊക്കെ പറയുന്നുണ്ട്. ചുമ്മാ ഒരു രാഷ്ട്രീയ ശത്രുവിനെ കുറിച്ചല്ല. ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒരു കാര്യമുണ്ടെങ്കിലും ആ മനുഷ്യൻ തിരിച്ചറിയുകയാണ് പാപത്തിന്റെ ശക്തി, മരണത്തിന്റെ നിഴൽ, ആത്മീയ സ്പിരിച്വൽ ഡാർക്ക്നെസ്, ഈ കാര്യങ്ങളെല്ലാം കൂടെയാണ് അയാളെ പിന്തുടരുന്നത് എന്നൊക്കെയുള്ളതാണ്. സോ നമ്മൾ കാണുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ബേസിക് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ലിറ്റർജിക്കൽ റോൾ എന്ന് പറയുന്നത് നോക്കി, നമ്മുടെ ശീമ നമസ്കാരം ഉപയോഗിക്കുന്നു, നോമ്പുകാല പ്രാർത്ഥനകളിൽ, പ്രഭാത നമസ്കാരത്തിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതിന്റെ ഒരു മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ, ഒരു തിയോളജിക്കൽ ഷിഫ്റ്റ് എന്തായിരുന്നു? ഫ്രം ദ ലൈഫ് ഓഫ് മിസ്റ്ററി ടു ഹോപ്പ് എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ ഒരു ഷിഫ്റ്റ് നോക്കി, മൂവ്സ് ഫ്രം ഗിൽറ്റ് ആൻഡ് എക്സോഷൻ ടു എ പ്ലീ ഫോർ ഡിവൈൻ ഗൈഡൻസ് ആൻഡ് ഡിറക്ഷൻ. അങ്ങനെ ഒരു ആശയമാണ് വാസ്തവത്തിൽ ഇവിടുത്തെ ഒരു തിയോളജിക്കൽ ഷിഫ്റ്റ് ആയിട്ട് നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അതിന്റെ ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് നമ്മളൊന്ന് കാണുന്നുണ്ട്. അതിന്റെ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് കാണും എന്നുള്ളത് കൊണ്ട് നമ്മൾ അകത്തു നോക്കാം. സോ നമ്മൾ അതിന്റെ എക്സസൈസസിലേക്ക് പോവുകയാണ്. ഞാൻ താഴെ അതിന്റെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത്, ശരിക്കും ഈ അനുതാപ സങ്കീർത്തനങ്ങൾ ആവർത്തിച്ച് ഇങ്ങനെ ഒരേ ആശയം തന്നെ ആവർത്തിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്കതൊരു മൊണോട്ടണസ് ആയിട്ടൊക്കെ തോന്നിയെന്ന് വന്നേക്കാം. പക്ഷെ ഓരോന്നും ഓരോ കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് വൺ, പ്ലീ ഫോർ മേഴ്സി ഓവർ ലീഗൽ ജസ്റ്റിസ്. എന്ന് മുമ്പേ പറഞ്ഞ സാധനമാണ്. എന്താണ്? നീതി വെച്ച് അളക്കുകയാണെങ്കിൽ പറ്റുകയില്ല, പിന്നെ എന്നാ വെച്ച് അളക്കണം? കരുണ വെച്ച് അളക്കണം. കരുണ വെച്ച് അളക്കണം. നീതി ഉണ്ടെങ്കിൽ പറ്റുകയില്ല, കരുണ വെച്ച് അളക്കണമെന്നൊരു ആശയത്തെ. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവേ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരണം, എന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണം. അടിയനെ എവിടെ പ്രവേശിപ്പിക്കരുത്? ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുത്. കാരണം ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. അപ്പോൾ ദൈവത്തിന്റെ നീതിയുടെയും കരുണയുടെയും മുൻപിലെ വിനയമാണ് വാസ്തവത്തിൽ ഇവിടെ കാണുന്നത്. സോ ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ്, പ്ലീ ഫോർ മേഴ്സി ഓവർ ലീഗൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ എന്താണ് പറയുന്നത്? ഡെസലേഷൻ ആൻഡ് ഹോളി തേഴ്സ്റ്റ്. എന്താണ് ഈ ഹോളി തേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ? വിശുദ്ധ ദാഹം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുമല്ലേ? വിശുദ്ധ ദാഹം, അങ്ങനെ ഒരു ദാഹം നമുക്കുണ്ടോ? നോ. വിശുദ്ധ ദാഹം ഇവിടെ പറയുന്നു നോക്കി, ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിക്കുന്നു. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതാണ്. ശത്രു ഉപദ്രവിക്കുന്നു, അവൻ എന്നെ നിലത്തിട്ട് തകർക്കുന്നു, പണ്ടേ മരിച്ചവരെ പോലെ എന്നെ ഇരുട്ടിൽ പാർപ്പിക്കുന്നു, അല്ലെ? ആകയാൽ എന്റെ മനമുള്ളിൽ വിഷാദിക്കുന്നു, ഹൃദയം സ്തംഭിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, എന്റെ സകല പ്രവൃത്തിയും ധ്യാനിക്കുന്നു, കൈകളുടെ പ്രവൃത്തിയെ ചിന്തിക്കുന്നു. ഞാൻ എന്റെ കൈകൾ എന്നിലേക്ക് മലർത്തുന്നു. അടുത്ത ശ്രദ്ധിച്ചു നോക്കി, വരണ്ട നിലം പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. ഞാൻ ആ ഒരു വാചകം ആണ് ഈ ഡെസലേഷൻ ആൻഡ് ഹോളി തേഴ്സ്റ്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പ് മുഴുവൻ പ്രയാസങ്ങളെ കുറിച്ച് പറയുകയാണ്. ആ പ്രയാസങ്ങളുടെ കാരണം എന്താണ്? ആ പ്രയാസം കാരണം ഞാനിപ്പോ ആരായിട്ട് മാറിയിരിക്കുന്നു? I've turned to a dry land, a barren land. എന്താണ് ഈ വരണ്ട നിലത്തിന്റെ പ്രത്യേകത? തന്നെ it is a peculiarity of a dry land or even a desert. അവിടെ എന്തില്ല? വെള്ളമില്ല. വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല? വളരാൻ പറ്റുകയല്ല അവിടെ. അങ്ങനെയല്ലേ? അതും അതല്ലേ എന്റെ പ്രത്യേകത. വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ there is no growth, nothing positive happening where in a dry land, in a barren land. അവിടെ പറയുകയാണ്, പക്ഷെ ഈ മനുഷ്യൻ ഈ അവസ്ഥയിൽ എന്റെ ആത്മാവ് വാസ്തവത്തിൽ നിനക്കായി ദാഹിക്കുന്നു. നമ്മൾ അതിനെയാണ് ഈ ഹോളി തേഴ്സ്റ്റ് എന്ന് പറയുന്നത്. The spirit is faint within, it's made to dwell in darkness like those long dead, അല്ലെ? അങ്ങനെയൊക്കെ ആയിരിക്കുകയാണ്. പക്ഷെ my soul thirsts for you like a parched land, like a dry land. ഇങ്ങനെ ഈ പാട്ടുകാരൻ പാടാൻ ഒരു കാരണവും കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? എന്തായിരിക്കും? അയാളുടെ ചരിത്രങ്ങളിലൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. എത്രയോ തവണ ഇസ്രായേൽ ജനം പണ്ട് വെള്ളമില്ലാതെ, ലിറ്ററലി വെള്ളമില്ലാതെ നടന്നപ്പോൾ അവർക്ക് എന്ത് കിട്ടി?
വെള്ളം കിട്ടി. ഭക്ഷണമില്ലാതെ നടന്നപ്പോ എന്ത് കിട്ടി? ഭക്ഷണം കിട്ടി. എല്ലാ പ്രതിസന്ധികളിലും ദൈവം ഞങ്ങളെ ഇങ്ങനെയൊക്കെ ശമിപ്പിച്ചതുപോലെ at present my soul thirsts for you എന്നാണ് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ വാസ്തവത്തിൽ പറയുന്നത്. സോ ദാറ്റ്സ് ദ സെക്കൻഡ് പോയിന്റ്, ഡെസലേഷൻ ആൻഡ് ഹോളി തേഴ്സ്റ്റ് എന്ന് പറയുന്നത്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ വേഗം എനിക്ക് ഉത്തരമരുളണം, എന്റെ ആത്മാവ് കാംക്ഷിക്ക്, കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ നിന്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുതേ. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണം. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നടക്കേണ്ടുന്ന വഴി എന്നെ കാണിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും ഒന്നാലോചിച്ച് നോക്കി, എന്തോ ഒരു കാര്യം വാസ്തവത്തില് ഈ മനുഷ്യൻ മേക്ക് മീ നോ ദ വേ ഐ ഷുഡ് ഗോ, ഫോർ ടു യു ഐ ലിഫ്റ്റ് അപ്പ് മൈ സോൾ. എന്നാലോചിച്ച് നോക്കി, നമ്മൾ രാത്രി കിടന്നുറങ്ങുകയാണ്. രാവിലെ ആവുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വികാരമാണ്, ചിലർ വിചാരിക്കും അയ്യോ നേരെ ഇത്ര പെട്ടെന്ന് വെളുത്തു പോയല്ലോ എന്ന് വിചാരിക്കും അല്ലേ. ഇച്ചിരി ഉറങ്ങാനുണ്ടായിരുന്ന ഇച്ചിരി നല്ലായിരുന്നു വേണം ചിന്തിക്കും. പക്ഷെ വാസ്തവത്തിൽ എപ്പോഴും നമ്മൾ ഉറങ്ങണം. പ്രഭാതം ഇസ് ഓൾ അബൌട്ട് ക്ലാരിറ്റി ഓഫ് തോട്ട്സ്. നമ്മൾ ചിലപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞില്ലേ പഠിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം എന്ന് പറയും. എന്തുകൊണ്ടാണ്? മറ്റ് കൺഫ്യൂഷൻസ് ഒന്നുമില്ല അല്ലെ. നമ്മളിങ്ങനെ വളരെ വളരെ ക്ലീൻ ഹാർട്ടാണ് നമ്മുടെ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെയും പറയുന്നത്. എന്ത് പറയുന്നത് അറിയാമോ? ടീച്ച് മീ to do your will, for you are my God. Let your good spirit lead me on level ground എന്ന് പറഞ്ഞു. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണം. രാവിലെ അല്ലെ, with all clarity of my soul and heart I want to be with you എന്നാണ്. അതാണ് petitions for direction and the Holy Spirit എന്ന് പറയുന്നത്. ഈ ആത്മാവാണ് സകലത്തിലും വഴി നടത്തുന്നത് നമുക്കറിയാലോ അല്ലെ. കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവൻ സത്യാത്മാവ്, അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അല്ലെ. വഴി നടത്തും. പാറക്കലീത്ത റൂഹ വന്ന് നിങ്ങളെ വഴി നടത്തും. ഇവിടെ നോക്കി 8-ാം വാക്യത്തിൽ, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണം എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് പ്രിഫിഗേഴ്സ് ദ ഹോളി സ്പിരിറ്റ് ഗൈഡിങ് ദ ബിലീവർ ഓൺ ആൻ അപ്റൈറ്റ് പാത്ത് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ 11-12 വാക്യങ്ങളില് റിന്യൂവൽ ഫോർ ഗോഡ്സ് നെയിം സേക്ക്. യഹോവേ നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണം, എന്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണം, ദയയാൽ ശത്രുക്കളെ സംഹരിക്കണം, ദൈവനാമം മഹത്വപ്പെടണം. കാരണം ഞാൻ ആരാണ്? I am just a servant. I am just a servant. You are അല്ലെ. ദൈവനാമം അല്ലെ, ഗോഡ്സ് നെയിം. പ്രത്യേകിച്ച് യഹൂദനെ സംബന്ധിച്ച് എനിക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ യഹോവയുടെ പേര്, യഹോവ എന്ന എബ്രായ ഭാഷയിൽ 4 അക്ഷരങ്ങളാണ്. അങ്ങനെയാണ് എഴുതി. 4 വാക്കുകളാണ്, 4 അക്ഷരങ്ങളാണ്. ഒരു ടെട്രാഗ്രാമാറ്റോൺ എന്നൊക്കെയാ പറയുന്നത്. ഈ യഹൂദൻ ഒരിക്കലും ഈ വാക്ക് ഉച്ചരിക്കത്ത് പോലും ഇല്ലായിരുന്നു. അവന്റെ പുസ്തകത്തിൽ എവിടെയെങ്കിലും യഹോവ എന്ന് കണ്ടാൽ അവൻ ആ വാക്ക് വായിക്കത്തില്ല. കാരണം അവൻ പറയുമായിരുന്നു, ഐ ആം അൺവർത്തി ടു പ്രൊനൗൺസ് ദ ഹോളി നെയിം. ഐ ആം നോട്ട് വർത്തി ഇനഫ് ടു പ്രൊനൗൺസ് ദ ഹോളി നെയിം. സോ ഇൻസ്റ്റെഡ് ഓഫ് പ്രൊനൗൺസിങ് ദ ടെട്രാഗ്രാമാറ്റോൺ ദ യാഹ്വേ, അതെ, അവരെന്ത് ചെയ്യുമായിരുന്നു അറിയാമോ? അവൻ അതിന് പകരം അഡോണായി എന്നൊരു വാക്കുകൊണ്ടാണ് ഇതിനെ കവറപ്പ് ചെയ്തിരുന്നത്. ഇവിടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണം അല്ലെ. ദ ലൈഫ് ഗിവിംഗ് നെയിം അല്ലെ, ജീവൻ നൽകുന്ന നാമം, അതിനാൽ എന്നെ രക്ഷിക്കണം. കാരണം ഞാൻ നിന്റെ വെറും ദാസൻ മാത്രമാണല്ലോ എന്ന് പറഞ്ഞ് ആ സങ്കീർത്തനം അവസാനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. പിതാക്കന്മാര് ഈ സങ്കീർത്തനത്തെ കുറിച്ച് പറയുന്ന കുറെ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം കേട്ടോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, അത് നിങ്ങളത് പഠിച്ചേ പറ്റുള്ളൂ. അഗസ്തീനോസ് പറയുന്നുണ്ട്, ദൈവകൃപയാലാണ് നാം നീതീകരിക്കപ്പെടുന്നത്, ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ മഞ്ഞിനായി ദാഹിക്കുന്നു. ദാഹത്തെ കുറിച്ച് പറഞ്ഞതാണ്. ആത്മാവ് ചിലപ്പോൾ ചോദിക്കും, ഡാഷ് പരിശുദ്ധാത്മാവിന്റെ മഞ്ഞിനായി ദാഹിക്കുന്നു. ആര്? ആത്മാവ്. ദി സ്പിരിറ്റ് തേഴ്സ്റ്റ് ഫോർ ദ സ്നോ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുക. ജോൺ ക്രിസോസ്റ്റം ഈവാനിയോസ് പറയുന്നത്, പഴയ കരുണകളെ ഓർക്കുന്നത് അന്ധകാരത്തിൽ അണയാത്ത ദീപമാണ്. ഗ്രിഗോറിയോസ് കപ്പദോക്യൻ പിതാവ് പറയുന്നത്, സ്വന്തം ഇഷ്ടത്തെ ദൈവിക ഇഷ്ടത്തിന് കീഴടക്കുന്നതാണ് ഉയർന്ന ആത്മീയത എന്നൊക്കെ പറയുന്നുണ്ട്. 4 പ്രധാനപ്പെട്ട ദർശനങ്ങളാണ് ഇതിനകത്ത്, 4 ചിന്തകൾ, ഒരു കീ ടേക്ക് അവേസ് ആയിട്ട് നമുക്കുള്ളത്. ഒന്ന്, സെൽഫ് റൈറ്റ്വസ്നെസ്സിനെ കളഞ്ഞേക്കണം. നത്തിങ് ലൈക്ക് സെൽഫ് റൈറ്റ്വസ്നെസ്. അതുകൊണ്ട് പോയാൽ ആ നീതിയുടെ മുമ്പിൽ നിന്നാൽ യു കനോട്ട് ഈവൻ സ്റ്റാൻഡ് ഓവർ ദേർ.
യൂസ് റിമെമ്പറൻസ് ഓഫ് പാസ്റ്റ് ബ്ലെസ്സിങ്സ് ആസ് എ സ്പിരിച്വൽ ഡിഫൻസ്. ഇംഗ്ലീഷിൽ ഒരു കവിതയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നാണ് കവിതയുടെ പേര്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പറയും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയത്തില്ലേ, അയ്യോ എനിക്കതില്ല ഇതില്ല എന്ന് പറയല്ലേ. അപ്പൊ പാട്ടുകാരൻ ഓർപ്പിക്കുകയാണ്, ഇൻസ്റ്റെഡ് ഓഫ് സീക്കിംഗ് മോർ ആസ്കിംഗ് മോർ ജസ്റ്റ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അങ്ങനെ ചിന്തിക്കുകയാണ് നമുക്ക് മനസ്സിലാവും അല്ലേ. അതുകൊണ്ടല്ലേ പറഞ്ഞത് വി ഷാൽ ഓവർകം എന്ന് പറയുന്നത്. മുൻപ് പലതും ഞങ്ങൾ ഓവർകം ചെയ്തിട്ടുണ്ട്, വി ക്യാൻ ഓവർകം എന്നാണ്. ആൻഡ് ദ തേർഡ് വൺ, സീക്ക് ഡിവൈൻ ഡയറക്ഷൻ ഡെയിലി. അല്ലെ, സറണ്ടർ ടു ദ ഗൈഡൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഈ ലെസണിനകത്തുള്ളത്. നമ്മള് ഈ 7 സങ്കീർത്തനങ്ങളിലൂടെ ഇന്ന് കടന്നുപോയി. 143 സങ്കീർത്തനമാണെന്ന് കണ്ടത്. അതിനു മുമ്പ് നമ്മൾ 130 കണ്ടു, അതിനു മുമ്പ് നമ്മൾ 102 കണ്ടു. അങ്ങനെയുള്ള 3 സങ്കീർത്തനങ്ങൾ ഇങ്ങനെ കണ്ടു. അങ്ങനെ 7 സങ്കീർത്തനങ്ങളുടെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഇപ്പോഴ് നടത്തി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഇതുവരെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിനി ഒരു ക്ലാസ്സും കൂടെ റിമൈനിങ് ഉണ്ട്. അതിനകത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്യാനും ഒന്ന് മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളെ ഒന്ന് സമ്മറൈസ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പൊതുവെ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസങ്ങളുണ്ടെങ്കിൽ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ പോലും നമുക്കത് വേണമെന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ദ ഫ്ലോർ ഈസ് ഓപ്പൺ. Mary Auntie. Auntie, feel free to interact, Auntie. Auntie theology ഒക്കെ പഠിച്ചിട്ടുള്ള ആളാ, അതുകൊണ്ട്. Okay, good. പഠിച്ചതാ, പക്ഷേ I didn't go so much in depth with these psalms and all that. നമ്മൾ ഈ സാംസിന്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ഈ Many patristic commentaries to memorize. A lot of Syriac, Greek, and Hebrew terms also to memorize. Quite a number actually. And the thing is that Triveni might have included all these things because it's more theoretical. Actually, the text is more theoretical, and there should be certain things to ask for you for your exam. That may be the reason why Triveni included all those things inside the text. Yeah. But still, നമ്മൾ ഈ വാക്കുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ടെക്നിക്കൽ എന്ന് നമുക്ക് തോന്നുന്നെങ്കിലും ഈ സ്റ്റഡി ബൈബിൾ, when you learn Bible, if you go to the root language, നമുക്ക് ഒത്തിരി, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെ, ഞാൻ വാക്ക് പറയുന്നില്ല. ദൈവം കോപിക്കാൻ ദൈവം താമസമുള്ളവനാണ്. കോപിക്കാൻ, അത് പഴയ പുറപ്പാട് പുസ്തകത്തിൽ ഒരു ഉപയോഗമാണ്, ഒരു യൂസേജ് ആണേ. നമുക്കത് കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് മനസ്സിലാവില്ല കോപിക്കാൻ താമസം. പക്ഷെ അവിടെ ഉപയോഗിച്ചിരുന്ന വാക്ക് എന്താണെന്നറിയാമോ? ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവം നീണ്ട മൂക്കുള്ളയാളെന്നാണ്. അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നേ? എന്താണെന്നറിയാമോ? നമ്മളൊക്കെ പറയും ദേഷ്യം എവിടെ ഇരിക്കുന്നേ? മൂക്കിന്റെ തുമ്പത്ത് അല്ലേ? അപ്പൊ ദൈവത്തിന്റെ മൂക്കിന്റെ പ്രത്യേകത, ദൈവത്തിന് വലിയ മൂക്കാണ്. അതുകൊണ്ട് ദേഷ്യം മൂക്കിന്റെ തുമ്പത്തെത്താനായിട്ട് ഇറ്റ് ടേക്സ് മോർ ടൈം. അതിനെയാണ് നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ വന്നപ്പോഴത്തേക്കും ദൈവം കോപിക്കാൻ താമസമുള്ളവനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഭാഷ അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ സന്ദർഭവശാൽ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇല്ലെങ്കിൽ നമുക്ക് പതുക്കെ അച്ഛൻ ഞാൻ വിചാരിക്കായിരുന്നു ആർക്കും ഇനിയും ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടന്നാലോ? ചേച്ചി വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടക്കട്ടെ? ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്റെ പേര് ടിസി വർഗീസ് എന്നാണ്. ഞാൻ മെൽബൺ റീജിയന്റെ MMVS സെക്രട്ടറിയാണ്. ഈ അനുഗ്രഹീതമായ സായാഹ്നത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ സമയത്ത് ഒരുമിച്ച് കൂടുവാനും ദൈവത്തിന്റെ കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് തന്ന ഈ അവസരത്തെ ഞാൻ ദൈവം തമ്പുരാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും വലിയ നന്ദി എനിക്ക് പറയാനിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛനോടാണ്. പ്രിൻസ് അച്ഛ, എനിക്ക് അച്ഛന്റെ ക്ലാസ് ഒരുപാട് ഇഷ്ടമായി. വളരെ ഇന്ററാക്റ്റീവ് സെഷൻ. അച്ഛൻ ഇന്ററാക്റ്റീവ് അല്ലെന്ന് പറയാനേ പറ്റില്ല. കാരണം അച്ഛനെ ആദ്യമായി ഒരു പരിചയവും ഇല്ലാത്ത ഒരു അച്ഛനായിട്ടല്ല ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തുടങ്ങുമ്പോൾ തോന്നുന്നത്.
നേരത്തെ പരിചയമുള്ള ഒരു അച്ഛൻ ഞങ്ങൾക്ക് വന്നിരുന്ന് ക്ലാസ് എടുക്കുന്ന ഒരു ഫീലാണ് ശരിക്കും ഞങ്ങൾക്ക് കിട്ടുന്നത്. ശരിയാണ്, നമ്മൾ ക്ലാസ്സിൽ വന്നിരുന്ന് നമ്മൾ ഫിസിക്കലി നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അച്ഛന്റെ ഭയങ്കര നോളജബിൾ ആണ്, ഇൻഫിനിറ്റ് നോളജ് ആണ്. അച്ഛന്റെ ഈ അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തരുന്നതിന് കേട്ടോ, ഞങ്ങൾ അങ്ങനൊന്നുമില്ല. നമ്മൾ വളരെയധികം വായിച്ചിട്ടൊക്കെ വരുന്നതാണ്, അങ്ങനൊന്നുമില്ല. അല്ലല്ല, ഞാൻ ഈ 102 സങ്കീർത്തനം ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അതിനെ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടേ ഇല്ല. ഈ 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത്, അതായത് നമ്മുടെ പേഴ്സണൽ സോറോ, പിന്നെ ആ ഒരു ഹോപ്പ്, അതിനെപ്പറ്റി ഒന്നും ഞാൻ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടില്ല. നമ്മൾ പേഴ്സണലി വായിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യർക്ക് അതിനെ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അച്ഛനെ പോലെ നല്ല നോളജബിൾ ആയിട്ടുള്ള, നല്ല ഉൾക്കാഴ്ചയുള്ള അച്ഛന്മാര് നമുക്ക് പറഞ്ഞു തരുമ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും എടുക്കാനും സാധിക്കുന്നു. പരീക്ഷ എന്നുള്ളതിലുപരി ഇനിയും മുതൽ 102 ആണെങ്കിലും എല്ലാ അനുതാപ സങ്കീർത്തനങ്ങളും വായിക്കുമ്പോൾ നമ്മൾ അതിനെ വേറൊരു രീതിയിൽ, നല്ല രീതിയിൽ, അതായത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് വായിക്കാനായിട്ടും സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അച്ഛനെ ദൈവം ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ അച്ഛൻ പകർന്നു തന്ന ഈ അറിവുകളെല്ലാം ഇവിടെ കൂടിയ ഓരോരുത്തർക്കും, ഇപ്പൊ 27 പേരാണ് നമ്മൾ ഇതിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഷുവറായിട്ടും അച്ഛന്റെ നോട്ട്സുകളെല്ലാം ഒരുപാട് പേര് കാണുകയും റെഫർ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അനീഷ് അച്ഛനോട് ഒരു നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മെൽബൺ റീജിയനിൽ നിന്ന് അച്ഛന്മാരാരും ഒരു വെൽക്കം സ്പീച്ചിന് അവൈലബിൾ അല്ലായിരുന്നു, കുർബാന ഉണ്ടായിരുന്നത് കൊണ്ട്. അച്ഛൻ ഒരു 5 മിനിറ്റത്തേക്ക് നമസ്കാരം കഴിഞ്ഞ് ഓടി വന്ന് പറഞ്ഞിട്ട് എന്നോട് പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും അച്ഛനോടുള്ള പ്രത്യേക നന്ദി, സ്നേഹം അറിയിക്കുന്നു. അതുപോലെ സിബി ചേച്ചി ഞങ്ങളുടെ സെക്രട്ടറി ആണ്, ഞങ്ങളുടെ ഡയസിന്റെ ചേച്ചിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ നെടുന്തൂണാണ്, ബാക്ക് ബോൺ ആണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ശക്തിയാണ്. എല്ലാ കാര്യങ്ങളും ചിട്ടയോടും എല്ലാം ഭംഗിയായി നടത്താനും കറക്റ്റ് സമയത്തിന് ലിങ്ക് ഷെയർ ചെയ്യാനും ഒന്നും ചേച്ചിയെ ഓർപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാം ഞങ്ങളുടെ ഒരു സ്വന്തം സഹോദരി എന്ന നിലയിൽ നിന്നാണ് സിബി ചേച്ചി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചേച്ചിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ റീജിയണൽ സെക്രട്ടറിമാരെല്ലാവരും, അതായത് പെർത്ത്, ക്യൂൻസ്ലൻഡ്, സിഡ്നി, മെൽബൺ, ഈ 4 റീജിയൻ ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ റീജിയനിലെ സെക്രട്ടറിമാരും തന്ന എല്ലാ സഹകരണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ യൂണിറ്റ് സെക്രട്ടറിമാര് കറക്റ്റ് സമയത്തിന് കാര്യങ്ങൾ, ലിങ്കുകൾ എല്ലാം ഷെയർ ചെയ്തു, പോസ്റ്റേഴ്സ് എല്ലാം ഷെയർ ചെയ്തു. നിങ്ങളുടെ യൂണിറ്റ് മെമ്പേഴ്സിനെ എല്ലാം എൻകറേജ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അടുത്തത് വരുന്നത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. അതിൽ കൂടുതൽ ആൾക്കാരെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നമുക്ക് കൂടുതൽ അവരെ ഫോഴ്സ് ചെയ്യാനും പറ്റില്ല. പക്ഷെ എന്നാലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതിൽ വളരെയധികം നന്ദി, സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ മർത്തമറിയം വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത് നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും കൊണ്ടാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. കാവൽ മാലാഖമാരാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ് എവരിവൺ ആൻഡ് ഗോഡ് ബ്ലസ് എവരിവൺ. താങ്ക് യു പ്രിൻസ് അച്ഛ, വൺസ് അഗൈൻ ഹാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു അച്ഛ. ആയിക്കോട്ടെ. അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധ പിതാവേ, തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയും കാലമൊക്കെയും എല്ലാ സമയത്തിലും അങ്ങയുടെ ദൈവത്തിന് എഴുന്നേക്ക് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകം നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ഈ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും, ദൂരെയും സമീപത്തുള്ളവരുടെയും മേലും, നമ്മുടെ എല്ലാ മരിച്ചുപോയവരുടെ മേലും ഇപ്പോഴും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. താങ്ക് യു.